ആ അപ്പൊ നമ്മൾ പെരിക്കാർഡിയത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ മോഡേൺ സിസ്റ്റത്തിനകത്ത് പെരിക്കാർഡിയത്തിനെ വന്നിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഓർഗൻ ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്, മറിച്ച് അതിനെ വന്നിട്ട് ഹാർട്ടിന്റെ തന്നെ ഒരു കവചമായിട്ടാണ് നമ്മൾ പെരിക്കാർഡിയത്തിനെ കാണുന്നത്. ആക്ച്വലി അക്യുപഞ്ചറിൽ പോലും നമ്മൾ സാങ്ഫു ഓർഗൻ എന്ന് പഠിക്കുമ്പോൾ, അതായത് ആരംഭഘട്ടങ്ങളിൽ പെരിക്കാർഡിയത്തിനെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് സാങ്ഫു എന്ന് പറയുന്ന സമയത്ത് ഹാർട്ടിനെയും പെരിക്കാർഡിയത്തിനെയും കൂടി ഒറ്റ ഓർഗൻ ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. പിന്നീടാണ് ഇത് ഒരു പ്രൊട്ടക്ടർ മാത്രമല്ല, ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെതായ ഫങ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓർഗൻ ആയത്. അപ്പൊ ഇൻയാങ്ങിന്റെ ഓർഗൻ ആയിട്ട് പറയുന്ന സമയത്ത് ഇന്നിന്റെ ഓർഗൻ 6 പറയും, യാങ്ങിന് 6 പറയും. പക്ഷെ സാങ്ഫു പറയുന്ന സമയത്ത്, സാങ്ഫു എന്നുള്ള ടെർമിനോളജി ഉപയോഗിക്കുന്ന സമയത്ത് പെരിക്കാർഡിയത്തിനെ സെപ്പറേറ്റ് ആയിട്ട് പറയാറില്ല. 5 ഇന്നും 6 യാങ്ങും ആയിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. ഇപ്പൊ പെരിക്കാർഡിയത്തിന്റെ സമയം നമുക്കറിയാം, ഈവനിങ് ആണ്. എത്ര മണി തൊട്ടാണത് പെരിക്കാർഡിയത്തിന്റെ ടൈം? 9 to 11. ഓക്കെ. പെരിക്കാർഡിയത്തിന് വന്നിട്ട് എമോഷണൽ ചാനൽ എന്നുള്ളൊരു പേരും കൂടി ഉണ്ട്. നമ്മുടെ എമോഷണലുമായിട്ട് വളരെയേറെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ കുറച്ച് ക്ലയൻസ് വരുന്ന സമയത്ത് പലർക്കും ഈ എന്താ പറയുക, കയ്യിന്റെ ഉൾവശങ്ങളിൽ വന്നിട്ട് നമ്മുടെ പ്രത്യേകിച്ച് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൊക്കെ തന്നെ പലർക്കും വന്നിട്ട് ഒരു സിവിയർ ആയിട്ട് വേദന തോന്നുക അല്ലെങ്കിൽ കടച്ചിൽ തോന്നലൊക്കെ ഉണ്ട്. നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിരുന്നാൽ പോലും അപ്പൊ അവർക്കൊക്കെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ആണെന്നുള്ള ഒരു കൺസിഡറേഷനിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റിയത് എമോഷണലി ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സമയത്തും വന്നിട്ട് നമുക്ക് ഈ പെരിക്കാർഡിയം ഹാർട്ടും മെറിഡിയനൊക്കെ പോകുന്ന ഏകദേശം അടുത്തുകൂടിയാണ്. പക്ഷെ ഹാർട്ടിന്റെ പെയിൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ലാത്ത ബോധറേഷൻസ് ഉണ്ടാവും. അതായത് അത്തരത്തിലുള്ള ഒരു പെയിൻ ആയിരിക്കും. പെരിക്കാർഡിയം വെച്ചാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാവുന്ന പെയിൻ ആയിട്ടാണ് പൊതുവെ അവർ പറയാറുള്ളത്. സോ എമോഷണലി നിങ്ങൾക്ക് ഇഷ്യൂസ് വരുന്ന സമയങ്ങളിൽ പെരിക്കാർഡിയത്തിന് അതിന്റെ ഒരു ഡ്രോബാക്ക് ഉണ്ടാവും. അത് ആക്ച്വലി ആ പെരിക്കാർഡിയം ആ എമോഷൻസിനെ എന്താ പറയുക, തടഞ്ഞു നിർത്തുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിന്റെ ആഘാതം ഈ പെരിക്കാർഡിയത്തിന് കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ഹാർട്ടില് വന്നിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നത്. അത് കൂടാതെ എന്താ പറയുക, എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന അറിവുകളിൽ അവര് വേറെ റിസർച്ച് പേപ്പേഴ്സും മറ്റുമൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കിയതിനകത്ത് നമ്മുടെ ശരീരത്തിന്, ജീവന് പ്രത്യേകിച്ച് ക്വാണ്ടം തെറാപ്പിയിലും മറ്റുമൊക്കെ പറയാറുള്ളത്, പ്രൊബോസ് ക്വാണ്ടം തെറാപ്പിയിലൊക്കെ നമ്മുടെ ജീവൻ എന്ന് പറയുന്നതിന് വെയിറ്റ് ഉണ്ട്. അതൊരു 250 ഗ്രാമോളം വരുന്നാണ് പറയുന്നത്. സോ 250 ഗ്രാം എങ്ങനെ മെഷർ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത്, റിസർച്ചിൽ വന്നിട്ട് ഒരു മനുഷ്യൻ ജീവനുള്ള സമയത്തും ഇല്ലാത്ത സമയത്തും എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്നുള്ളത് റിസർച്ചിൽ, ഇത് മോഡേൺ മെഡിസിൻകാർ ചെയ്തത് തന്നെയാണ്, അതല്ലാണ്ട് ആൾട്ടർനേറ്റീവ് സിസ്റ്റത്തിലല്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ ഒരു മാറ്റാണ് കണ്ടുപിടിക്കാൻ പറ്റിയത്. അതായത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പെരിക്കാർഡിയത്തിനും ഹാർട്ടിനും ഇടയിൽ ഒരു 250 ഗ്രാംസ് ഓഫ് ലിക്വിഡ് ഉണ്ടാവും അത്ര, പെരിക്കാർഡിയം ഫ്ലൂയിഡ് എന്ന് പറയും. അത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് വാനിഷ് ആയി പോകുന്ന പറയണത്. ഇനി അതിനെയാണോ GDV ടെക്നോളജിയിൽ ലാസ്റ്റ് വേപ്പർ അല്ലെങ്കിൽ അവസാനത്തെ നിശ്വാസം എന്നുള്ള രീതിയിൽ അവര് പിക്ചറൈസേഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ക്യാമറയിൽ. അത് ഈ പെരിക്കാർഡിയം ഫ്ലൂയിഡ് ആണോ പുറത്തു പോകണം എന്നുള്ള കാര്യത്തിന് അറിയില്ല. പക്ഷെ ഇത് രണ്ടും 2 ഇൻസിഡന്റ് ആണ്. ഈ 2 ഇൻസിഡൻസിനെയും കോറിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ അതായിരിക്കാം, നമുക്ക് ഉറപ്പില്ല. ഓക്കെ. സോ പെരിക്കാർഡിയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ്. നമുക്ക് ബാക്കിയുള്ള എല്ലാ ഓർഗണുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഓർഗൻ കൂടിയാണ് ഹാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ. കാരണം എന്താ വെച്ചാൽ എല്ലാ സെല്ലുകൾക്കും എല്ലാ ഓർഗനുകൾക്കും വേണ്ട ബ്ലഡ് ഓരോ സെല്ലുകളിലേക്കും എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഹാർട്ടിന്റെ പമ്പിംഗ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ ബ്ലഡിനകത്ത് കൂടെയാണ് ഓരോ സെല്ലുകൾക്കും വേണ്ട അതിന്റെ ഫുഡ് എല്ലാം തന്നെ പോകുന്നത്. അതേമാതിരി തന്നെ ആ സെല്ലുകളിൽ നിന്ന് റിലീസ് ആവുന്ന ടോക്സിക് എലമെന്റ്സ്, അത് ഗ്യാസ്ട്രിക്സ് ആണെങ്കിലും ശരി, ഫ്ലൂയിഡ് ആണെങ്കിലും ശരി, സോളിഡ് ആയിട്ടുള്ള വേസ്റ്റ് ആണെങ്കിലും ശരി, അതെല്ലാം തന്നെ തിരിച്ച് നമ്മുടെ ലങ്ങില് അല്ലെങ്കിൽ
ലിക്വിഡ് ആയിട്ടുള്ള വേസ്റ്റ് ആണെങ്കിൽ കിഡ്നിയിലേക്ക്, സോളിഡ് വേസ്റ്റ് ആയിട്ടാണെങ്കിൽ കോളനിലേക്കൊക്കെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ ബ്ലഡിൽ കൂടി തന്നെ വേണം എല്ലാ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ. സോ അതുകൊണ്ട് തന്നെ ഓർഗണിനെ നേരിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഓർഗനാണ് ഹാർട്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു നമ്മുടെ എന്താ പറയുക ശരീരത്തിന് ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതിന്റെ റിഫ്ലക്ഷൻ ആക്ച്വലി അറിഞ്ഞോ അറിയാതെയോ അതിന്റെ ഒരു എന്താ പറയുക റിഫ്ലക്സ് ആക്ഷൻ ഹാർട്ടിലേക്ക് വരും. അപ്പൊ ഇത് മുഴുവനും ഹാർട്ടിന് തടയാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാർട്ട് നിരന്തരമായിട്ട് എന്താ പറയാ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രിസിറ്റിയാണ് ഈ ഹാർട്ടിനെ ഓരോ പ്രാവശ്യവും വന്നിട്ട് നമ്മുടെ ഈ മറ്റേ എന്താ പറയാ പമ്പിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഇലക്ട്രിസിറ്റി അതിൽ ടച്ച് ചെയ്യുന്ന സമയത്താണ് അത് ആ മിടിക്കുന്നത്. സോ ഇതിന്റെ ഇടയിൽ റിഫ്ലക്ഷൻ ആക്ഷൻ വരുന്ന സമയത്ത് ബോഡിയുടെ നോർമൽ ആയിട്ടുള്ള ഫങ്ഷൻ എല്ലാം തന്നെ തകിടം മറിയുന്നത് കൊണ്ട് ഈ പെരിക്കാർഡിയമാണ് നമ്മളുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് റിഫ്ലക്സ് ആക്ഷനിൽ നിന്ന്. അത് മാത്രമല്ല ഒരിക്കലും വന്നിട്ട് നിങ്ങൾ ഇത് ധരിക്കരുത്, ഒരിക്കൽ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ അറ്റാക്കിലേ നമ്മൾ മരിക്കത്തുള്ളൂ എന്നുള്ള ധാരണയൊക്കെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. പെരിക്കാർഡിയത്തിന് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്, അതിന്റെ എത്രത്തോളം എബിലിറ്റി ഉണ്ടോ അത്രത്തോളം അറ്റാക്കുകൾ താങ്ങാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനകത്തുണ്ട്. അപ്പൊ നിങ്ങളുടെ പെരിക്കാർഡിയം വളരെ വീക്ക് ആണെങ്കിൽ ഫസ്റ്റത്തെ അറ്റാക്കിൽ തന്നെ ചിലപ്പോൾ പോയിന്ന് വരും. അറ്റാക്ക് അടുത്തൂടെ പോയാൽ തന്നെ ചിലപ്പോൾ നമ്മൾക്ക് ഹാർട്ടിനെ അത് ബാധിച്ചെന്ന് വരും. അതല്ല പെരിക്കാർഡിയം സ്ട്രെങ്ത് ആയിട്ടുള്ളതാണ്, എമോഷണലി വീക്ക്നെസ് ഇല്ലാത്ത ഒരു സ്റ്റബേൺ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ വെളിയിൽ കാണിച്ചാൽ പോരാ, ഉള്ളിലും അങ്ങനെ തന്നെ ആയിരിക്കണം. നമ്മൾ പലപ്പോഴും നമ്മുടെ എമോഷൻസിനെയൊക്കെ വന്നിട്ട് പുറത്ത് കാണിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ സപ്രസ് ചെയ്ത് വെക്കണം. നമ്മൾ ആ എമോഷൻസ് ഒക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു രാഷ്ട്രീയക്കാരനാണ്, അയാളെ നമ്മൾ ദിവസം പേപ്പറിൽ ഫോട്ടോ കാണുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അത് ഇറിറ്റേറ്റഡ് ആവാം. അതല്ലെങ്കിൽ അയാളെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നെറ്റിൽ സെർച്ച് ചെയ്യുന്നുണ്ടാവാം. ഇതെല്ലാം വന്നിട്ട് നമ്മളിലേക്ക് ഉണ്ടാക്കുന്നത് ഒരു എമോഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് അയാളുടെ ഫോട്ടോ കണ്ടാലും കണ്ടില്ലെങ്കിലും നമുക്കൊന്നും തോന്നരുത്. നമ്മൾ വെളിയിൽ കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, മറിച്ച് നമ്മളിലേക്ക് ഈ ഒരു എമോഷൻസ് തന്നെ വരാനേ പാടില്ല. നമ്മുടെ ഏറ്റവും വലിയ ശത്രുവിനെ കണ്ടാൽ കഴിഞ്ഞാൽ പോലും നമുക്ക് ആ ഒരു ഭാവം ഉണ്ടാകാൻ പാടില്ല. അപ്പോഴാണ് ന്യൂട്രൽ എന്ന് പറയുന്നത്. അല്ലാണ്ട് നമ്മൾ അകത്ത് മുഴുവനും ദേഷ്യം വെച്ചിട്ട് പുറത്ത് ചിരിച്ച് കാണിച്ച് നല്ലത് പറയുമ്പോഴും മനസ്സിനകത്ത് ശപിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വന്നിട്ട് നമ്മൾ അങ്ങനെയാണ് പല ആളുകളും വന്നിട്ട് അവരുടെ നമ്മൾ കാണുന്നത് സമൂഹത്തിൽ. സോ അതെല്ലാം തന്നെ നിങ്ങളിലേക്ക് എമോഷണലി ഇമ്പാക്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയല്ല പറയുന്നത്. അതല്ലാതെ എമോഷണലി എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ, ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തന്നെ, ഫാമിലി പരമായിട്ടോ ഏത് തരത്തിലാണെങ്കിൽ തന്നെ, നമുക്കൊക്കെ ഇപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ഫാമിലി പരമായിട്ടുള്ള എമോഷൻസിനേക്കാളും കൂടുതൽ രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടാണ് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ. ഇതെല്ലാം നമ്മളുടെ ലൈഫിനെ ഇല്ലാണ്ടാക്കുന്ന സാധനങ്ങളാണ്. മനുഷ്യൻ ഉണ്ടായ ശേഷമാണ് മതം ഉണ്ടായെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അതേമാതിരി തന്നെ രാഷ്ട്രീയക്കാർക്കും ഇതേപോലെ തന്നെയാണ്. മനുഷ്യന്മാരുണ്ടെങ്കിലേ ഈ രാഷ്ട്രീയത്തിന് അവിടെ നിലനിൽപ്പുള്ളൂ. അല്ലാണ്ട് അതിന്റെ നിലനിൽപ്പിനല്ല, നമ്മുടെ നിലനിൽപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത്. കാലക്രമേണ ഇതൊക്കെ മാറും. ഓരോ ഇപ്പോൾ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്ന രാഷ്ട്രീയ ധാരയായിരിക്കില്ല ഞാനൊരു മെച്യൂരിറ്റി പീരീഡിലേക്ക് വരുമ്പോൾ. കുറച്ച് പ്രായമാകുന്ന സമയത്ത് തിരിച്ച് നമ്മൾ വേറെ മതത്തിൽ മറ്റേ എന്താ പറയുക രാഷ്ട്രീയപരമായ ചായ്വുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊന്നും ഒരു സ്ഥായി അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിനകത്ത് വേണം. ഒരു പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇതൊന്നും വന്നിട്ട് എന്താണ് നമുക്കൊരു സ്ഥായിയായ കാര്യങ്ങളല്ല. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഇതിനെയൊക്കെ മാറ്റാൻ നമ്മൾ റെഡിയാണ്. നമ്മൾ വെറുതെ ഇപ്പം എല്ലാം പറയുമെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ നമ്മൾ എമോഷണലി വന്നിട്ട് വീക്ക് ആകാതിരിക്കണം. ഇപ്പം പാലക്കാട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഇതിനകത്ത് പഴയ ആളുകളൊന്നും ഇല്ല. അതിൽ കുറച്ച് പേർക്ക് അറിയാം ഞാൻ ആരെ കുറിച്ചാണ് പറയണം എന്നുള്ളത്. സോ അവര് ചന്ദ്രാനഗറാണ് താമസിക്കുന്നത്. ആ വ്യക്തി അവരും അക്യുപഞ്ചറിസ്റ്റ് ആണ്. അവരുടെ അച്ഛൻ ഓക്കെ മെഡിക്കൽ റെക്കോർഡ് പ്രകാരം, ഡോക്ടേഴ്സിന്റെ റെക്കോർഡ് പ്രകാരം 12ഓളം അറ്റാക്കുകൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ആൾട്ടർനേറ്റീവ് സിസ്റ്റംകാരല്ല, ആയുർവേദോ ഹോമിയോ അല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. മോഡേൺ മെഡിസിൻകാര് റെഫർ ചെയ്ത ഓരോ പ്രാവശ്യം പോകുമ്പോഴും അവരുടെ റിപ്പോർട്ട് പ്രകാരം 12 അറ്റാക്കുകൾ അദ്ദേഹത്തിന് സർവൈവ് ചെയ്തിട്ടുണ്ട്. മരിക്കുന്ന സമയത്ത് 90+ അദ്ദേഹം മരണപ്പെട്ടത് കേട്ടോ. ഓക്കെ, സോ എന്താ പറയാ, അപ്പൊ ഈ മൂന്നാമത്തെ അറ്റാക്കിൽ നമ്മൾ ഒട്ടുമിക്ക ആൾക്കും ധാരണ ഇതാണ്, ഒരു അറ്റാക്കിൽ സർവൈവ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സൈലന്റ് അറ്റാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത അറ്റാക്ക് ഉണ്ട്, ഈ ആദ്യം തന്നെ അടുത്ത അറ്റാക്കും ചിലപ്പോൾ വരും. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ ന്യൂട്രലൈസ് ആവുക. അതായത് മതപരമായും രാഷ്ട്രീയപരമായും വ്യക്തിപരമായും എല്ലാം തന്നെ ഏതൊന്നിനോടും ഓക്കെ ഒരുപാട് നിങ്ങൾ ഡിപ്പെൻഡ് ആകാൻ പാടില്ല.
അങ്ങനെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിന്റെ സ്പാൻ ഉറപ്പായിട്ടും കുറയും. ആദി മതി. ഓക്കെ, ആ ആദിയിൽ തന്നെ നിങ്ങൾക്ക് അസുഖങ്ങൾ വരും. അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാരുടെ അത്ര നമ്മൾ ലൈഫ് സ്റ്റൈൽ സാറ്റിസ്ഫൈഡ് അല്ല ഇന്നത്തെ, പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ. പക്ഷേ നമ്മൾ നേരത്തേക്കാളും ഒരു 10-15 കൊല്ലം മുമ്പുള്ളതിനേക്കാളും നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വളരെയേറെ ഹൈ ആണ്. നമുക്ക് വന്നിട്ട് പണ്ട് കാലത്ത് ഒരു താമസിക്കാൻ ഒരു വീടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു നേരം ഒരു 100 രൂപ എടുക്കാനില്ലെങ്കിൽ പോലും നമുക്ക് ഇന്ന് അതിൻ്റെ ഒന്നും ബുദ്ധിമുട്ടുകളില്ല. നമ്മൾ കംഫർട്ടബിൾ ആണ്, നമ്മുടെ ഫാമിലി കംഫർട്ടബിൾ ആണ്. പക്ഷേ അന്ന് കാലത്ത് നമ്മുടെ അച്ഛനമ്മമാർക്ക് ഉണ്ടായിരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സന്തോഷപരമായിട്ടുള്ള ഒരു ജീവിതമല്ല നമ്മുടെ. അതുകൊണ്ടാണ് ഹാപ്പി ഇൻഡെക്സ് നമ്മൾ പാകിസ്ഥാനേക്കാളും പിന്നിലുള്ളത്. എന്തുകൊണ്ടാണ്? നമുക്ക് ഉള്ളതിൽ സാറ്റിസ്ഫൈഡ് ആവാൻ അറിയുന്നില്ല. നമുക്ക് ഇതൊന്നും പോരാ, അത്യാഗ്രഹം നമുക്ക് വളരെ കൂടുതലാണ് എല്ലാ കാര്യത്തിലും. ഓക്കെ, സോ ഇതെല്ലാം ആരെയാണ് എഫക്ട് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക്, നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ വിചാരിച്ചോളൂ, പക്ഷെ ഞാൻ പെരിക്കാർഡിയത്തിന്റെ ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടി പറഞ്ഞതാ. ഈ പെരിക്കാർഡിയം ആണ് നിങ്ങളുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളിൽ ഉണ്ടാവുന്ന ഓരോ ഇമോഷൻസിന്റെ ചേഞ്ചുകളും ഒക്കെ തന്നെ ആരെ ബാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെരിക്കാർഡിയത്തിനെ ബാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റേ പെരിക്കാർഡിയം ഒക്കെ നമ്മൾ ആൾറെഡി കുറെ ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെ ഉണ്ടാവും വിചാരിക്കണം. നമ്മൾ ഇതിനു മുമ്പ് ഓർഗൻസിനെ നോക്കുമ്പോൾ തന്നെ. എന്നിരുന്നാലും ഓരോന്ന് പ്രാവശ്യം വരുമ്പോൾ ഞാൻ ഇത്തിരി റിമൈൻഡ് ചെയ്യണമെന്ന് മാത്രം. അപ്പോഴേ നമുക്ക് ഒരു മണിക്കൂർ ആക്കണ്ടേ ക്ലാസ്. ഓക്കെ, അപ്പോൾ പെരിക്കാർഡിയം എന്ന് പറയുന്നത് ഫയർ എലമെന്റ് ആണ്. അതിന്റെ എലമെന്റ് പൊളാരിറ്റി വന്നിട്ട് ഇന്നാണോ യാങ് ആണോ ചോദിച്ചാൽ പെരിക്കാർഡിയം ഇന്നായിട്ടാണ് കൺസിഡർ ചെയ്യണത്. ഇതിന്റെ ഓർഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഓർഗൺ, അല്ലെങ്കിൽ ഇത് എവിടുന്നാണ് ഇതിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഓർഗൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാക്കിലാണ് പറയുക. മറ്റേ ഫയറിന് മൊത്തത്തിൽ നാക്ക് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത്. ഇതിന്റെ പെയർഡ് ഓർഗൺ എന്ന് പറയുന്നത് ട്രിപ്പിൾ വാർമർ എന്നാണ് പറയുന്നത്. ഇതിന്റെ കളർ റെപ്രസെന്റ് ചെയ്യുന്നത് ഫയർ എന്ന് പറയുമ്പോൾ ചുവപ്പ് തന്നെയാണ്. ഓക്കെ, ടിഷ്യൂസ് ബ്ലഡ് വെസൽസ് ആണ്. കാരണം നമ്മുടെ ബ്ലഡ് ആണ് ഫയറിനെ റെപ്രസെന്റ് ചെയ്യുന്ന സാധനം. അത് പോകുന്ന ബ്ലഡ് വെസൽസ് ആണ് ഇതിന്റെ ടിഷ്യൂസ് എന്ന് പറയുന്നത്. മൊത്തം വളരെ സിമ്പിളാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗൻസിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിന്റ്സ് കുറവായിരിക്കും. എപ്പോഴും കമ്പയർ ചെയ്യുന്ന സമയത്ത് യാങ് ഓർഗണിനേക്കാളും അതിന്റെ പെയേർഡ് ഇൻ ഓർഗൻസിന് പോയിന്റും കുറവാണ്. അപ്പോൾ അതും തന്നെ മനസ്സിലാക്കാം ഇതിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. പോയിന്റ് കൂടുതൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ വന്നിട്ട് മറ്റേ നമുക്ക് എന്താ വെച്ചാൽ ഒരുപാട് ഫങ്ഷനാലിറ്റിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേ സമയത്ത് പോയിന്റ് കുറവുള്ളതാണെങ്കിൽ അതിനെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്പർ ഓഫ് പോയിന്റ്സ് 9 ആണ്. പീക്ക് ടൈം എന്നുള്ളത് 7 PM to 9 PM ആണ്. അത് തന്നെ 8 മണിയാണ് അതിന്റെ പീക്കിംഗ് ആയിട്ടുള്ള ടൈം. സമ്മറാണ് ഇതിന്റെ സീസൺ. സമ്മറിൽ എന്ന് പറയുമ്പോൾ ഹീറ്റ് ആയിരിക്കും അതിന്റെ ക്ലൈമറ്റ്. എമോഷൻസ് ജോയ് ആണ്. അതിന്റെ നെഗറ്റീവ് എമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രോപ്പർ ജോയ്, അതായത് എമോഷൻസ് എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ്. സന്തോഷം എന്നുള്ളത് പോസിറ്റീവിലും കാണാം, നെഗറ്റീവിലും കാണാം. എന്ത് പറയുമ്പോഴും ചിരിക്കുക. ഓക്കെ, ഇംപ്രോപ്പർ ആയിട്ട് ചിരിക്കുക. അതായത് ഒരാൾ വീഴുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും, പക്ഷെ അത് ചിലവർ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് തന്നെ ചെയ്യും. ഓക്കെ, സോ ഇംപ്രോപ്പർ ആയിട്ടുള്ള സന്തോഷം, അതായത് എവിടെ സന്തോഷം വരണോ അവിടെ സന്തോഷം വരില്ല. ഓക്കെ, അത് നെഗറ്റീവ് എമോഷൻസിലാണ് വരിക. ഡൾനെസ്, ഗൂമിനെസ്, ഇതെല്ലാം തന്നെ അതിന്റെ നെഗറ്റീവ് എമോഷൻസ് ആണ്. പോസിറ്റീവ് എമോഷൻസ് ജോയ് ആണ്. അതായത് ഒരു സന്തോഷപരമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ, ഒരു 10 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ 10 ഫ്രണ്ട്സും വന്നിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ പോലും ഇയാൾ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് മറ്റേ എന്താ പറയുക, നെഗറ്റീവ് ഇംബാലൻസ് ആണ്. അതായത് അയാൾക്ക് നെഗറ്റീവ് ആസ്പെക്ട്സ് കൂടുതലാണെന്ന് അർത്ഥം. അതിന്റെ ഇംബാലൻസ് നെഗറ്റീവ് സൈഡിലാണ്. പോസിറ്റീവ് സൈഡിലുള്ള ആളാണെങ്കിൽ ആ ഒരു ടീം ഒരു എൻജോയ് ചെയ്യിക്കുമ്പോൾ കൂടെ എല്ലാവരെയും കൂടെ ചേർന്ന് അതിനകത്തേക്ക് സന്തോഷിപ്പിക്കുന്ന ഒരാൾ. ഇപ്പൊ നമ്മളൊരു ടൂർ പോകുന്നു വെച്ചാൽ നമുക്കൊരു 4 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാ ഫ്രണ്ട്സിനും ചിലപ്പോൾ ടൂർ പോകാൻ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. അതിനകത്ത് നമുക്ക് ഹാപ്പിനെസ് തരുന്ന ആൾക്കാരെ ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക. അതേമാതിരി തന്നെ മെറ്റൽ എലമെന്റ് ആയിട്ടും ഫയർ എലമെന്റ് ആയിട്ടും ബാലൻസ് ആയിട്ടുള്ള ആളാണെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും അവരുടെ കൂടെ പോകാൻ ഇഷ്ടപ്പെടും. കാരണം മെറ്റൽ കംഫർട്ടബിൾ ആണെങ്കിൽ അവർക്കും ഇതേമാതിരി തന്നെയാണ്, എല്ലാവരും ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഫയർ ഉള്ള ആൾക്കാരാണെങ്കിൽ ആ സിറ്റുവേഷനിൽ അവർക്ക് ഹാപ്പിനെസ് കൊണ്ടുവന്ന് തരാൻ കഴിയുന്ന ആൾക്കാരുമായിരിക്കും ഈ ഫയർ എലമെന്റ് ബാലൻസ് ആയിട്ടുള്ള ആളുകൾ. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ബിറ്ററാണ്. ഓക്കെ, പൊതുവെ ബിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാവയ്ക്കയുടെ കശപ്പാണ് ഉദ്ദേശിക്കുന്നത്. പല ആളുകളും ഡയബറ്റിക് എന്നുള്ള ഡിസീസിന് പാവയ്ക്ക കൊടുക്കുന്ന ഒരു ശീലമുണ്ട്. അത് ശരിക്കും വന്നിട്ട് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അങ്ങനെ കശപ്പ് ഒരുപാട് ശരീരത്തിനകത്ത് കൊടുക്കാൻ പാടില്ല. കശപ്പ് ആവശ്യമുള്ളതാണ്. പക്ഷെ രാവിലെ എണീച്ചുകൊണ്ട് ദിവസം 2 ഗ്ലാസ് കൈപ്പക്ക ജ്യൂസ് കുടിക്കുന്നതൊക്കെ റെക്കമെൻഡഡ് അല്ല. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫയറിന്റെ മദറാണ്, ഫയറിന്റെ സണ്ണാണ് ഈ എർത്ത് എലമെന്റ്. അപ്പൊ ഫയറിന്ന് എനർജി എർത്തിലേക്കാണ് പോണത്. അപ്പൊ പക്ഷെ ഇവിടെ ഒരു ഡയബറ്റിക് വരുന്ന സമയത്ത് കൺട്രോളിങ് ആസ്പെക്ട്സിലാണ് വർക്ക് ചെയ്യേണ്ടത്. അത് കൺട്രോൾ ചെയ്യുന്നത് വുഡ് എന്ന് പറയുന്ന എലമെന്റ് ആണ്. ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ? പുതിയ ആളുകൾക്ക് ഇനി സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് വെക്കണേ. അപ്പൊ ഇവിടെ ഒരു ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് കശപ്പല്ല ആവശ്യം, ശരിക്ക് കൺട്രോളിംഗ് ആണ് വേണ്ടത്. ആ കൺട്രോളിംഗ് ചെയ്യാൻ കഴിവ് കൂടുതലുള്ളത് നമ്മുടെ ക്രിയേറ്റീവ് സൈക്കിൾ നോക്കിക്കഴിഞ്ഞാൽ വുഡ് കൺട്രോൾസ് എർത്ത് എന്നാണ്. അപ്പൊ വുഡിന്റെ ടേസ്റ്റ് ആയിട്ടുള്ള ചവർപ്പ്, സോർ ടേസ്റ്റ് ആണ് ഡയബറ്റിക് ഉള്ള ആളുകൾക്ക് വേണ്ടത്. എർത്തിനെ കൺട്രോളിംഗ് ആണ് ചെയ്യേണ്ടത്. അങ്ങനെ കൺട്രോൾ ചെയ്യുമ്പോൾ സോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ലത് മോരായിരിക്കുന്ന ഏറ്റവും നല്ല ഒരു എന്താ പറയുക ഇൻടേക്ക് ചെയ്യുക. ഷുഗർ അങ്ങനെ കൂടുതലുണ്ടെന്ന് നിങ്ങൾ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇത്തിരി പൊളിപ്പുള്ള മോര് ഇമ്മീഡിയറ്റ് ആയിട്ട് കുറച്ച് കുടിക്കുക. ഓക്കെ, അത് കഴിയുന്നതും രാവിലെ തൊട്ട് വൈകുന്നേരത്തിനുള്ളിൽ ഒരു 4-5 മണിക്കുള്ളിൽ ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ചെയ്ത് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നത് പോലെ മോര് കുടിക്കുന്നതും ഷുഗറിന്റെ ബാലൻസിനെ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, കശപ്പിനേക്കാളും ഏറ്റവും നല്ലത് സോർ ടേസ്റ്റ് ആണ്. അതേമാതിരി തന്നെ നിങ്ങൾക്കറിയാം, ജോയ് ഉള്ള ആളുകൾക്ക് വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം പകരുന്ന, അല്ലെങ്കിൽ ചിരിക്കുന്ന രീതിയിലുള്ള സംസാരമായിരിക്കും. ഇപ്പൊ നിങ്ങൾ പല ആൾക്കാരെയും നിങ്ങൾ ദിവസം ഒബ്സർവ് ചെയ്യുക. നമ്മളിപ്പോൾ ആൾറെഡി മെറ്റലിന്റെ എമോഷൻസ് പഠിച്ചു. ഗ്രിഫ്നെസ് ആണ്, ഓക്കെ, നെഗറ്റീവ് ഇമോഷൻസ്. പെരിക്കാർഡിയത്തിന്റെ ആണെങ്കിൽ ഇംപ്രോപ്പർ ലാഫ്, അല്ലെങ്കിൽ എന്താ പറയുക ഗ്ലൂമിനെസ് ഒക്കെയാണ് എന്ന് പറയുന്ന പോലെ. നിങ്ങൾ ഇനി ഓരോ വ്യക്തികളും സംസാരിക്കുന്ന സമയത്ത് അവരുടെ ആറ്റിറ്റ്യൂഡിന് നോക്കുക. അയാൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്. സന്തോഷപരമായിട്ട് ഒരു കാര്യത്തിന് നമ്മൾ അവതരിപ്പിക്കുന്ന സമയത്ത് അതിനെ പല രീതിയിൽ നമുക്കൊരു കാര്യത്തിന് അവതരിപ്പിക്കാൻ പറ്റും. ഒരു നെഗറ്റീവ് ആസ്പെക്ട്സ് ആണെങ്കിൽ കൂടി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലും ഹാപ്പിനെസ് ആയിട്ടും സങ്കടകരമായിട്ടും പല രീതിയിൽ നമുക്ക് ഇത് അവതരിപ്പിക്കാൻ പറ്റും. നമ്മൾ പല ഫ്രണ്ട്സും നമ്മുടെ കൂടെ ഉള്ളവർ സംസാരിക്കുമ്പോൾ വോയിസ് മോഡുലേഷൻ ഒക്കെ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർക്ക് ഏത് എലമെന്റ് ആണ് കൂടുതൽ, ഏത് എലമെന്റ് ആണ് കുറവ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഓരോ ദിവസങ്ങൾ പഠിക്കുമ്പോൾ ഓരോ വ്യക്തിയും ഏത് എലമെന്റിലാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതേമാതിരി ഫിസിക്കലി നമ്മുടെ ശരീരം വന്നിട്ട് ഏതെങ്കിലും ഒരു എലമെന്റിനോടായിരിക്കും കൂടുതൽ മാച്ചായി നിൽക്കുക. എല്ലാ എലമെന്റും നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടെങ്കിലും അത് ഏതെങ്കിലും ഒന്നിനെയാണ് ഹൈലൈറ്റ് ചെയ്യുക. ഇപ്പൊ ഫയറിനകത്ത് മൊത്തം എത്ര എലമെന്റ് ഉണ്ട് ചോദിച്ചാൽ ഫയറിൽ 5 എലമെന്റ് ഉണ്ട്. പക്ഷെ അത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഫയറാണ്. വുഡ് എലമെന്റിനകത്തും 5 ഉണ്ട്. പക്ഷെ അത് ഹൈലൈറ്റ് ചെയ്യുന്നത് വുഡ് എന്നുള്ള കോമ്പിനേഷനിലാണ്. അതുപോലെ തന്നെ നേച്ചർ ആയിട്ടുള്ള ഫുഡിൽ എല്ലാത്തിലും തന്നെ എപ്പോഴും വന്നിട്ട് എല്ലാ ടേസ്റ്റും ഉണ്ടാവും അതിനകത്ത്. പക്ഷെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഏതെങ്കിലും ഒരു ടേസ്റ്റ് ആയിരിക്കും. മാങ്ങ പുളിപ്പാണോ മധുരാണോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടെന്ന് പറയും, ഇല്ലേ? നല്ല പഴുത്ത മാങ്ങയാണെങ്കിൽ നല്ല മധുരമുള്ളതാണ്. പക്ഷെ അത് പച്ചയായിരിക്കുന്ന സമയത്ത് അത് പുളിപ്പായിരുന്നു. നമ്മളിപ്പോ വീടുകളിലൊക്കെ പോകുമ്പോൾ ചിലവർ പറയും, അയ്യോ മാങ്ങ ഇത് വലിക്കണ്ട കേട്ടോ, കഴിക്കാൻ കൊള്ളില്ല, ഭയങ്കര പുളിപ്പായിരിക്കും, പഴുത്താൽ നന്നായിരിക്കും എന്ന് പറയും, ഇല്ലേ? സോ അതിനകത്ത് എല്ലാ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡിലും ശരിക്കും പറഞ്ഞാൽ എല്ലാ ടേസ്റ്റും ഉണ്ട്. പക്ഷെ അത് ഹൈലൈറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ടേസ്റ്റിനെ ആയിരിക്കും എന്നാ പറയുന്നത്. പക്ഷെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ ടേസ്റ്റിന്റെയും കുറേശ്ശെ അംശങ്ങൾ നമ്മളിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് പണ്ടത്തെ സദ്യകളും മറ്റുമൊക്കെ നോക്കുന്ന സമയത്ത് അതിനകത്ത് മിക്സഡ് ആയിട്ടുള്ള ടേസ്റ്റിലാണ് ഫുഡ് ഉണ്ടാവുക. ഓക്കെ, കശപ്പ് ഉണ്ടാവും, മധുരമുള്ള ഉണ്ടാവും. പക്ഷെ അതിന് പറഞ്ഞ പഞ്ചസാര അല്ല അന്ന് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, എരിവുണ്ടാവും, ഉപ്പുണ്ടാവും, എല്ലാ ടേസ്റ്റുകളും ആറ് ടേസ്റ്റ് എന്നാ പറയാ പൊതുവെ. ഓക്കെ, ഈ 6 ടേസ്റ്റുകളും മിക്സ് ചെയ്തിട്ടുള്ള ഫുഡാണ് ഉണ്ടാവുക. അപ്പോൾ അതിനകത്താണ് നമ്മൾക്ക് ഒരു ബാലൻസിങ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ ഇതിന്റെ മെറീഡിയൻ ഫ്ലോ ചെയ്യുന്നത് ഇന്നാണ്, അപ്പർ ഏരിയയിൽ വരുന്നത് കൊണ്ട് ഇത് ചെസ്റ്റിൽ നിന്ന് കൈയിലേക്കാണ് ഇൻ ഓർഗൻസിന്റെ ഒക്കെ പാത്വേ. പക്ഷെ നമ്മളിവിടെ ഇപ്രാവശ്യ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ട്രാൻസ്പോർട്ടിങ് പോയിന്റ് ആണ്, പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ടിങ് പോയിന്റ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 5 എലമെന്റ് പോയിന്റ്സിന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം ജിങ്വൽ പോയിന്റ് ആണ് എടുക്കുക. ഇതൊക്കെ നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ ഇതിന് ഞാൻ പിന്നെയും പറയുന്നില്ല. ഇതിന്റെ ചാനൽ എവിടുന്ന് തുടങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ശശികുമാരി മാം, അതല്ല പിന്നെ നിഖില, ഡെറീന മാം,
ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ. പുതിയ ഇല്ല, സംശയമില്ല. പഴയ ആളുകൾക്ക് വല്ല സംശയമുണ്ടോ? കുറവാണോ? എന്റെ സൗണ്ട് കുറവല്ല, ഇവിടെ നല്ല ഉണ്ട്. നിങ്ങളുടെ ആയിരിക്കും. കാരണം വേറെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്റെ സൗണ്ട്? ഞാൻ ഭയങ്കര നിങ്ങളുടെ നെറ്റ്വർക്കിലായിരിക്കും പ്രശ്നം. ഓക്കെ, അപ്പം ഈ പെരിക്കാർഡിയം ചാനൽ തുടങ്ങുന്നത് നമ്മുടെ മുലഞ്ഞെട്ടിന്റെ 1 ചൂണിന് വശങ്ങളിലായിട്ടാണ്. ആക്ച്വലി വന്നിട്ട് മറ്റേ നിപ്പിൾസ് എന്ന് പൊതുവെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് പൊതുവെ ആണുങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. സ്ത്രീകളിലേക്ക് എടുക്കുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 4-മത്തെയും 5-മത്തെയും വാരിയെല്ലുകൾക്ക് ഇടയിലും നിപ്പിളിന്റെ ആ ലൈനിൽ നിന്ന് 1 ചൂൺ ലാറ്ററലും എന്ന് മനസ്സിലാക്കുക. അവിടുന്ന് തുടങ്ങുന്നത് നേരെ ഷോൾഡറിന്റെ കയ്യിന്റെ ഉൾവശത്തു കൂടി നടുവിലത്തെ വിരലില് ഏറ്റവും പൊന്തി നിൽക്കുന്ന ഭാഗത്ത് വന്ന് അവസാനിക്കുന്ന ഒരു സിമ്പിളായിട്ട് പോകുന്ന ഒരു മെറീഡിയനാണ് പെരിക്കാർഡിയത്തിന്റെ മെറീഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പാത്വേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ബാക്കി പോയിന്റ്സ് ഒക്കെ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ഓരോ ലൊക്കേഷൻ മനസ്സിലാക്കുമ്പോൾ അതിന്റെ പാത്വേ കൂടെ മനസ്സിലാവും. സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിന് ഇന്റേണൽ പാത്വേ ഉണ്ട്, നമുക്കറിയാം. എക്സ്റ്റേണൽ പാത്വേ ഉണ്ടെന്നറിയാം. എക്സ്റ്റേണൽ പാത്വേ ആണ് നമ്മുടെ മലഞ്ഞെട്ടിന്റെ അവിടെ നിന്ന് 1 ചൂൺ മാറിയിട്ട് തുടങ്ങിയിട്ട് ഷോൾഡർ വഴി നടുവിലത്തെ വിരലിന്റെ അറ്റത്ത് വന്ന് അവസാനിക്കുന്നത്. ഇതിനകത്ത് ബ്ലൂ കളർ കാണുന്ന ഭാഗമാണ് നമ്മുടെ ഡൈവർജൻ ചാനൽ അല്ലെങ്കിൽ ഇന്റേണൽ പാത്വേ എന്ന് പറയുന്നത്. ആക്ച്വലി പെരിക്കാർഡിയത്തിന്റെ ഹാർട്ടിനോട് കൂടി ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. ഹാർട്ടിൽ നിന്നും തുടങ്ങുന്ന ഈ പെരിക്കാർഡിയം ചാനലിന്റെ ഒരു പാത്വേ ത്രോട്ടിന്റെ ഭാഗത്തേക്ക് പോവും. അത് ശരിക്കും ഇന്റേണലി കണ്ണ് വരെ എത്തുന്നുണ്ട്. ഓക്കെ, അത് നേരെ ത്രോട്ട് വഴി പോവും. ഒരു പാത്വേ വന്നിട്ട് നേരെ ഡൗൺ ചെയ്ത് വന്ന് സ്മാൾ ഇൻറ്റസ്റ്റൈനെ ടച്ച് ചെയ്യും. കാരണം ട്രിപ്പിൾ 3 ലെയറിനെയും ടച്ച് ചെയ്യും. ഇത് സ്മാൾ ഇൻറ്റസ്റ്റൈനും വന്നിട്ട് ഫയറിന്റെ തന്നെ പാർട്ടാണ്. അത് ട്രിപ്പിൾ വാർമർ വരെയും ടച്ച് ചെയ്യും. അതായത് ലോവർ ജിയോ വരെയും വരും. കാരണം നമ്മൾ പെരിക്കാർഡിയത്തിന്റെ പെയേർഡ് ഓർഗൻ ട്രിപ്പിൾ വാർമർ ആണ്. അത് 3 ലെയറിനെയും ടച്ച് ചെയ്യുന്നതാണ്. അതേമാതിരി ഈ പെരിക്കാർഡിയം അങ്ങനെ താഴെ വരെ പോകുന്നുണ്ട്. അതിന്ന് ഒരു പാത്വേ ആണ് 2 വശങ്ങളിലേക്കും വന്നിട്ട് നിപ്പിളിന്റെ സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇന്റേണൽ പാത്വേ ആണ്. അതിന്റെ സ്നൂസ് പാത്വേ അല്ലെങ്കിൽ സ്നൂസ് മെറിഡിയൻ എന്ന് പറയുന്നത് ഇതിന്റെ കവർ ചെയ്യുന്ന ഏരിയ. കാരണം ഓരോ മെറീഡിയൻസിനും നമ്മൾ 3 ലെയർ ആയിട്ടാണ് പഠിക്കുക സാധാരണ. അതിനകത്ത് ഏറ്റവും അപ്പർ ലെവലിൽ വരുന്ന സാധനമാണ് സ്നൂസ് ലെവൽ അല്ലെങ്കിൽ മസിൽ ലെയറിലായിട്ട് വരുന്ന സാധനങ്ങൾ. ഈ ഭാഗത്ത് വരുന്ന ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് നമ്മൾ ഓരോ സ്നൂസിലും നോക്കി അതാത് ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന ആ സ്പ്രെഡ് ചെയ്ത് വരുന്ന ഭാഗത്തൊക്കെ എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ അത് അധികവും വന്നിട്ട് ഈ ഓർഗണായിട്ട് കണക്ട് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഒരു ഹാർട്ടിന് ഇഷ്യൂസ് ഉണ്ടെങ്കിലും പെരിക്കാർഡിയത്തിന്റെ ഇഷ്യൂസ് ആണെങ്കിൽ എമോഷണൽ ഇഷ്യൂസ് ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ അതിന്റെ പാത്വേ നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും ഇത് എമോഷണൽ ആണോ അതോ ഹാർട്ടിന്റെ ആണോ എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിന് തറ ആവേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്നൂസ് മെറീഡിയനും അതേമാതിരി തന്നെ മെറീഡിയന്റെ പാത്വേ ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കണേ, ഞാൻ ഓരോ പ്രാവശ്യം ചോദിക്കുന്നില്ല. നമ്മൾ ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാണ്. അപ്പൊ ഇൻ മെറീഡിയൻ ആയതുകൊണ്ട് ജിങ്വൽ പോയിന്റ്സ് എല്ലാം തന്നെ വുഡ് പോയിന്റ് ആയിരിക്കും. ഇവിടെ 9 പോയിന്റ് ആണ് ഉള്ളത്. അതിലെ ഏറ്റവും അവസാനത്തെ പോയിന്റ് ആണ് പെരിക്കാർഡിയം P9 PC9 എന്നൊക്കെ പറയും. ഓക്കെ, ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഈ നടുവിലത്തെ വിരല് കാണുന്നുണ്ടാവും. ഈ നടുവിലത്തെ വിരലില് ഈ ഭാഗത്താണ് ഏറ്റവും പൊന്തി നിൽക്കുന്ന ഭാഗമാണ് P9. എന്റെ കൈ കാണുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും? ഇല്ല സർ. ഇല്ല. ഇപ്പോഴോ? കാണുന്നുണ്ട്. ഈ സ്ഥലമാണ്. ഓക്കെ, ഈ ഇതിന് പൊന്തി നിൽക്കുന്ന ഭാഗം, നടുവിലത്തെ വിരലില് പൊന്തി നിൽക്കുന്ന ഭാഗം, ഒട്ടുമിക്ക ആൾക്കാരും ഡയബറ്റിക്കിന് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് അധികം വെക്കുക, നടുവിലത്തെ വിരലില്. ആ പൊന്തി നിൽക്കുന്ന ഭാഗമാണ് P9 എന്ന് പറയുന്ന ലൊക്കേഷൻ, പെരിക്കാർഡിയം.
ഓക്കെ, ഇത് നിങ്ങൾ മറ്റേ നിറയെ നമ്മുടെ മുദ്രയിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു പോയിന്റ് ആണ്. മെമ്മറി ഇംപ്രൂവ് ചെയ്യാൻ വളരെ നല്ല പോയിന്റ് ആണ് ഈ സ്ഥലം P9 എന്നുള്ളത് കേട്ടോ. ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവില്ല. മെമ്മറിക്ക് ഇംപ്രൂവ് ചെയ്യാൻ വളരെ നല്ല പോയിന്റ് ആണ്. അപ്പൊ നിങ്ങൾ ദിവസം ഇങ്ങനെ പിടിച്ചിരുന്നിട്ട് കുറച്ചു നേരം മെഡിറ്റേഷനിൽ ഇരിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് മെമ്മറി ഇംപ്രൂവ് ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഈ P9 ആക്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, ഇത് മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ അത് മെയിൻ ആയിട്ട് ഹീറ്റിനെ കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു പോയിന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രോക്കോ അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് എല്ലാ ജിങ്വൽ പോയിന്റ്സിനെയും നമ്മൾ ഒന്ന് ബ്ലീഡ് ചെയ്യാൻ പറയും. ബ്ലീഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാവുന്ന ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ കംപ്രഷനെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഒരു കാംനെസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, സോ ഹീറ്റിനെ ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കാം. നിങ്ങൾക്ക് പിന്നെ ജിങ്വൽ പോയിന്റ്സ് എല്ലാം തന്നെ കോൺഷ്യസിനെ റീസ്റ്റോർ ചെയ്യാൻ നല്ലതാണ്. അതായത് ബോധക്ഷയം ഉണ്ടെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ടുണ്ടെങ്കിൽ കോൺഷ്യസിലേക്ക് കൊണ്ടുവരാൻ നല്ലതാണെന്ന് അറിയാം. അതേമാതിരി തന്നെ ഇത് വിൻഡിനെ ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കും. വിൻഡ് ഹീറ്റിനെ ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കും. ഇപ്പൊ നിങ്ങൾക്ക് വന്നിട്ട് പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ചൂടുള്ള ക്ലൈമറ്റിലേക്ക് പോയിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും മറ്റുമൊക്കെ മാറണമെങ്കിൽ റെഗുലർ ആയിട്ട് ഇവിടെ പമ്പ് ചെയ്യുന്നത് വന്നിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റും. പൊതുവെ ഇത് ഏതൊക്കെ ഇൻഡിക്കേഷൻസിന് ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പനിക്ക് നല്ല പോയിന്റ് ആണ്. അതേമാതിരി ആൻസൈറ്റി കൂടുതലുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ ഈ പോയിന്റ് നല്ലതാണ്. ഇൻസൊമേനിയ ഉറക്കക്കുറവുണ്ടെങ്കിൽ അതിന് നല്ലതാണ്. വിൻഡ് സ്ട്രോക്ക് അത് നമ്മൾ ആൾറെഡി പറഞ്ഞു, ഇറ്റ് എക്സ്പെൽസ് ഇന്റീരിയർ വിയർ വിൻഡ്. അപ്പോൾ വിൻഡ് ഹീറ്റിനെ ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കാം. അതേമാതിരി തന്നെ ഹാർട്ടിൽ പാൽപിറ്റേഷൻ കൂടുതലുണ്ടെങ്കിൽ ഈ സമയത്ത് ഇവിടെ പിടിച്ച് പ്രസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. അതേമാതിരി തന്നെ കോൺഷ്യസ് റീസ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കാന്ന് പറഞ്ഞു. ചെസ്റ്റ് റീജിയനിൽ ഉണ്ടാവുന്ന പെയിനിനെ മാറാനും ഇറിറ്റേറ്റബിലിറ്റി മാറാനും ഒക്കെ ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി തന്നെ നാക്കിന് സ്വെല്ലിങ് കൂടുതലായിട്ടോ വേദനകളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഈ പെരിക്കാർഡിയം 9 വളരെ നല്ല പോയിന്റ് ആണ്. അതിൻ്റെ ഒപ്പം മെമ്മറി ഇംപ്രൂവ് ചെയ്യാൻ കൂടെ ഈ പെയിൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു പോയിന്റ് ആണ്. ഓക്കെ, ലൊക്കേഷൻ മനസ്സിലാവുന്നുണ്ടോ? ചിത്രത്തിൽ കാണുന്നുണ്ടോ? 2 ചിത്രത്തിൽ തരുന്നുണ്ട്. ക്ലിയർ ആയി മനസ്സിലാവാൻ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ചോദിക്കുക. P9 എന്നുള്ളത് അതായത് ഇവിടെ 2 P9 കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പോയിന്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, റെഡ് കളർ ഡോട്ട് ഇട്ടത് സർക്കിൾ ഇട്ടതല്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ചിലവർ വന്നിട്ട് ഇതിന്റെ വേറൊരു വേർഷൻ എടുക്കാറുണ്ട്. ഓക്കെ, കുറേയേറെ പോയിന്റുകൾ ഉണ്ടാവും. കഴിയുന്നത് ആ പോയിന്റ്സ് ഇടാം. അതായത് ഇവിടെ ഈ ചിത്രത്തിൽ, അതായത് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെ ചിത്രത്തിൽ, അതായത് ബോണ് വരഞ്ഞ ചിത്രത്തില് P9 വിരലിന്റെ മധ്യഭാഗത്ത് കാണുന്നുണ്ട്, നഖക്കോണിലല്ല, ഏറ്റവും ടിപ്പ് ഓഫ് ദ മിഡിൽ ഫിംഗർ. അതാണ് നമ്മുടെ ലൊക്കേഷൻ ആയിട്ട് എടുക്കേണ്ടത് P9. ഓക്കെ, അപ്പൊ ചില ചിത്രങ്ങൾ നിങ്ങൾ നഖക്കോണിൽ കാണും. അവര് ബാക്കിയുള്ള പോയിന്റിനെയൊക്കെ കൺസിഡർ ചെയ്തിട്ട് മോഡേൺ സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ചില ആളുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ, ഇതിലും നീഡിൽ കിട്ടില്ലേ എന്നുള്ള രീതിയിലാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ TCM ബുക്കിൽ പറയുന്നത് മിഡ് ഫിംഗറിന്റെ ടിപ്പിലാണ് P9 എന്നാണ്. ഓക്കെ ആണോ? അടുത്തത് P8 എന്നാണ്. ക്രിയേറ്റീവ് സൈക്കിളിലെ പ്രകാരം വുഡ് കഴിഞ്ഞ ഫയർ ആണ് വരിക. P8 എന്നുള്ളത് ഫയർ പോയിന്റ് ആണ്. പെരിക്കാർഡിയം എന്നുള്ളത് ഫയർ പോയിന്റ് ആണ്. അപ്പൊ ഫയറിലെ ഫയർ ആണ്. അപ്പൊ ഇതിനെ നമ്മൾക്ക് എന്ത് പോയിന്റ് എന്നും കൂടെ പറയാം? ഹൊററി പോയിന്റ് എന്ന് പറയാം. അതാത് വീട്ടിലെ അതാത് പോയിന്റ് അല്ലെങ്കിൽ അതാത് എലമെന്റിലെ അതാത് പോയിന്റിനെ നമുക്ക് ഹൊററി പോയിന്റ് എന്ന് പറയാം. ഓക്കെ, അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇൻ ദ സെന്റർ ഓഫ് ദ പാം ബിറ്റ്വീൻ സെക്കൻഡ് ആൻഡ് തേർഡ് മെറ്റാകാർപ്പൽ ബോൺ. മെറ്റാകാർപ്പൽ ബോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ റിസ്റ്റിലുള്ള വിരലുകൾ വന്ന് ജോയിൻ ചെയ്യുന്ന ഭാഗത്തിനാണ് മെറ്റാകാർപ്പൽ ബോൺസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ആൻഡ് തേർഡ് മെറ്റാകാർപ്പൽ ബോണിന്റെ ഇടയിലാണ് വരുന്നത്. ബിറ്റ്വീൻ പ്രോക്സിമൽ ടു ദ മെറ്റാകാർപ്പോഫലഞ്ചിയൽ ജോയിന്റ്. അതായത് നമ്മൾ വിരലുകൾ പോയി ഈ മെറ്റാകാർപ്പൽ ബോണിൽ ചേരുന്ന രണ്ടാമത്തെയും മൂന്നാമത്തെയും വിരലുകളുടെ ഇടയിൽ ജോയിന്റിന്റെ അടുത്തുള്ള പോയിന്റ് എന്നാണ്. ഓക്കെ, നമുക്ക് ലൊക്കേഷൻ നോക്കാം. അതിന് മുമ്പ് ഇതിന്റെ മെയിൻ ആക്ഷൻസ് എന്തൊക്കെയാണ്? എന്റെ വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇപ്പോഴും കാണുന്നില്ലേ? ഓക്കെ, ഈ നടുവിരലിന്റെയും ഈ നമ്മുടെ ചൂണ്ടുവിരലിന്റെയും ഇടയാണ്. ഇതാണ് ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫിംഗർ, തേർഡ് ഫിംഗർ. രണ്ടാമത്തെയും മൂന്നാമത്തെയും വിരലുകളുടെ ഇടയിലുള്ള ജോയിന്റിന്റെ അടുത്താണെന്ന് പറഞ്ഞു. അപ്പോൾ എന്റെ ഉള്ളം കൈ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇവിടെ നമ്മുടെ എന്തോ ഒരു രേഖ പോകുന്നുണ്ടാവും. എന്ത് രേഖയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പലരും രേഖയിൽ തന്നെയാണെന്ന് പറയാ, പക്ഷെ രേഖയിലല്ല വരിക.
ചില ആളുകൾക്ക് മാത്രം രേഖയിലായിരിക്കും, ചിലവർക്ക് രേഖയുടെ തൊട്ട് താഴെയായിരിക്കും. നിങ്ങൾ ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും വിരലിന്റെ ഇടയിൽ, ഓക്കെ, ഇപ്പം ഞാൻ പിടിക്കുന്നത് പോലെ നിങ്ങൾ പിടിച്ചമർത്തുമ്പോൾ ഒരു കുഴിയും കാണാം, ചെറിയൊരു വേദനയും കാണാം. ചിലവർക്ക് വേദന ഉണ്ടാവില്ല. വീഡിയോ കാണുന്നില്ലല്ലോ, സാറിന്റെ കൈ കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? ഇല്ല, ഇപ്പൊ കാണാമോ? കാണുന്നുണ്ടോ? എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഇതാണ് ലൊക്കേഷൻ. അതായത് ഇവിടെ നിങ്ങൾ ഇങ്ങനെ പിടിക്കുമ്പോൾ കറക്റ്റായിട്ട് ജോയിന്റിൽ വന്ന് ലോക്കാവും. അതിനുശേഷം കൈ മൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും വിരലിന്റെ ഇടയിൽ ഈ നടുവിലത്തെ വിരലിന്റെ ഭാഗത്തായിട്ട് പിടിക്കുന്ന സ്ഥലമാണ് P8 എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, അതുകൊണ്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞ് കാണിച്ചു തരുന്നത്. ഓക്കെ, ഫയറും കൂടിയാണ് ഈ പോയിന്റ്. ഓക്കെ, എന്തിനൊക്കെ ഉപയോഗിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ ഫയർ ഹീറ്റിനെ കുറയ്ക്കാൻ, കാംനെസ് കൊണ്ടുവരാൻ ഈ പോയിന്റ് വളരെ നല്ലതാണ്. ഇങ്ങനെ നിങ്ങളുടെ ഹീറ്റ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മൈൻഡിന് കാംനെസ് കിട്ടും. ഓക്കെ, P9ലും അത് കിട്ടും. അതേമാതിരി കോൺഷ്യസ് റീസ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കാം. പ്രധാനപ്പെട്ട ഇൻഡിക്കേഷൻസ് എന്തിനൊക്കെ ഉപയോഗിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, ചില ആളുകൾക്ക് ഭയം ഉണ്ടാവും. ഓക്കെ, ആ ഭയം ഉള്ള ആളുകളിലേക്ക് ഇത് കുറയ്ക്കാൻ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് എന്തെങ്കിലും ഞെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസ് കേട്ടിട്ടൊക്കെ ഒരു ഫിയർ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഫിയർ ചെയ്യുന്ന കൂട്ടത്തിലാണെങ്കിൽ അതിന് മാറ്റാൻ നല്ലതാണ്. എക്സസ് തേഴ്സ്റ്റ് ഉണ്ടെങ്കിൽ അതിന് കുറയ്ക്കാൻ ഈ പോയിന്റ് നല്ലതാണ്. ആൻസൈറ്റി ഉണ്ടെങ്കിൽ അത് മാറ്റാൻ നല്ലതാണ്. അതേമാതിരി തന്നെ മാക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സ്കിന്നിൽ ചില ഭാഗങ്ങളിൽ കുറച്ച് ഭാഗങ്ങളിലൊക്കെ സ്കിന്നിന് കളർ ചേഞ്ചസ് ഉണ്ടാവുക. അതായത് ഒരു വെളുത്ത നിറം വരാം, അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളർ വരാം, ഏതെങ്കിലും നിറത്തിൽ ഡിസ്കളർ ആവുക സ്കിന്നിന്. അതിനൊക്കെ ഈ പോയിന്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അതേമാതിരി തന്നെ ഉറക്കക്കുറവിന് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ വായിനകത്ത് റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് ഒരു മറ്റേന്താ പറയുക, വായ പുണ്ണ് എന്ന് പറയില്ലേ, അതൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ വായ ദുർനാറ്റത്തിന് നിങ്ങൾക്ക് ഈ പോയിന്റ്സ് നല്ലതാണ്. അതേമാതിരി അതായത് മറ്റേ മാനസികമായ തലങ്ങളിൽ സീരിയസ് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ സ്വഭാവത്തിനോ അല്ലെങ്കിൽ പെരുമാറ്റത്തിനൊക്കെ വന്നിട്ട് സീരിയസ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരിക. അതേമാതിരി തന്നെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള തിങ്കിങ്, അതായത് ഒരു തീരുമാനം എടുക്കണു. ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില കുട്ടികൾ കണ്ടറിയാം, രാവിലെ ചോദിക്കുമ്പോൾ ഇപ്പൊ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് എഴുതാൻ പോവാണ്, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ പരീക്ഷ കഴിഞ്ഞു റിസൾട്ട് വന്നു, എന്ത് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ ചോദിക്കുമ്പോൾ സയൻസ് എന്ന് പറയും. കുറച്ചു നേരം കഴിയുമ്പോൾ അവൻ തന്നെ പറയില്ല സയൻസ് വേണ്ട, ഞാൻ കൊമേഴ്സ് പോവാ പറയും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പിന്നെയും വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലേക്ക് പോവാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ പോവാം. ഇങ്ങനെ എന്താ പറയുക, കൺഫ്യൂഷൻ ആണ്. ഏത് സമയത്ത് അവർക്ക് കൺഫ്യൂഷൻസ് കൂടുതലാണ്. അങ്ങനത്തെ ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും. ഒരു തീരുമാനം എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി, ഏത് കാര്യത്തിലും ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. മെന്റലി അവർക്ക് വന്നിട്ട് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള കേസസിനൊക്കെ തന്നെ പെരിക്കാർഡിയം 8 വളരെ നല്ല പോയിന്റ് ആണ്. അതേമാതിരി തന്നെ ചൂട് ശരീരത്തിനകത്ത് കൂടുമ്പോൾ ഡ്രൈ മൗത്ത് ഉണ്ടാവാം, അതിനും ഈ പോയിന്റ് നമുക്ക് നല്ലതാണ്. അതേമാതിരി ചെസ്റ്റ് റീജിയനിൽ വരുന്ന പെയിനിനെ മാറാൻ നല്ലതാണ്. അതുപോലെ തന്നെ ചില ആളുകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൈകൾ ഭയങ്കര തണുപ്പായിരിക്കും. ബോഡി ഒന്നും കുഴപ്പമുണ്ടാവില്ല, പക്ഷെ കൈ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിരിക്കും. അവരുടെ കയ്യിൽ എന്തെങ്കിലും പുസ്തകങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങിയാൽ തന്നെ അവർക്ക് ഭയങ്കര, ആ പുസ്തകം അങ്ങനെ നനഞ്ഞു പോകും. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒട്ടുമിക്ക ആളുകൾക്കും മൈഗ്രെയിൻ കാണും കേട്ടോ. ചിലവർക്ക് ഉണ്ടാവില്ല, പക്ഷെ സിവിയർ കേസസിൽ മൈഗ്രെയിനും കൂടെ അവർക്ക് ഉണ്ടാവും. സോ ഇതെല്ലാം തന്നെ ഫയറിന്റെ പ്രോബ്ലം ആണ്. മെയിൻ ആയിട്ട് അത് എമോഷണൽ ഫാക്ടറുമായിട്ട് കണക്റ്റഡ് ആണ്. അതിനൊക്കെ P8 വളരെ നല്ല പോയിന്റ് ആണ്. അതേമാതിരി തന്നെ രാത്രി ഉണ്ടാവുന്ന പനി, രാവിലെ ഒന്നും കുഴപ്പമില്ല, രാത്രി മാത്രം ഭയങ്കര പനിയായിരിക്കും. തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടില്ലെങ്കിൽ രാത്രി സമയത്തും ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലായിരിക്കും. അതേമാതിരി തന്നെ റെസ്റ്റ്ലെസ്നെസ്, ഒരു കാംനെസ് ഉണ്ടാവില്ല. പ്രത്യേകമായിട്ട് വർക്കോളിക് ആയിട്ടുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഇതേ ഇഷ്യൂസ് ഉണ്ടാവും. ഓക്കെ, അതേമാതിരി തന്നെ നാക്കുകളിലും മറ്റും നമ്മള് ഇതേമാതിരി മൗത്തിൽ അൾസർ വരുന്ന പോലെ തന്നെ നാക്കിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ മറ്റേ പൊട്ടലുണ്ടാവുക, മുറിവുണ്ടാവുന്നതിനൊക്കെ നല്ലതാണ്. മാനസികമായ ബുദ്ധിമുട്ടുള്ളവർക്കും ഈ പോയിന്റ് വളരെ നല്ലതാണ്. അതേമാതിരി തന്നെ ചുമയ്ക്കുന്ന സമയത്ത് ബ്ലഡ് സ്പോട്ട് കഫിലൂടെ വരുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും.
അതേമാതിരി കോൺഷ്യസ്നെസ് ഇടയ്ക്കിടയ്ക്ക് ചില ആളുകൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നും ഉണ്ടാവില്ല, അവർക്കൊക്കെ മാസത്തിൽ ഒരു പ്രാവശ്യം 2 മാസത്തിലൊരിക്കലൊക്കെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷനിലോ സാഹചര്യങ്ങളിലൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ കോൺഷ്യസ്നെസ് പോകുന്ന ആളുകളുണ്ടെങ്കിൽ അതും എമോഷണൽ ആയിരിക്കും. ഇപ്പൊ ചിലവർക്ക് ഒരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞാൽ, ഒരു മരണം ആരെങ്കിലും ഉള്ള കേട്ട് കഴിഞ്ഞാൽ തന്നെ മയങ്ങി വീഴുന്ന ആളുകളുണ്ട്. അതേമാതിരി തന്നെ ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ വീഴുന്ന ആളുകളുണ്ട്. അവരൊക്കെ വന്നിട്ട് പെരിക്കാർഡിയത്തിന് വളരെയേറെ വീക്ക്നെസ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ P8 സ്ട്രെങ്തൻ ചെയ്യാൻ വളരെ നല്ലതാണ്. അതേമാതിരി തന്നെ കൈകളിലും മറ്റുമൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, ഈ കാലിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ വരും പൊതുവെ സ്ത്രീകൾക്ക്, വെള്ളത്തിൽ നിൽക്കുന്നവർക്ക്. അതല്ലാണ്ട് ചില ആളുകൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കൈകളുടെ വിരലുകളുടെ ഇടകളിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവും. അത് മാറാൻ നല്ലതാണ്. കാർഡിയാക് റിലേറ്റഡ് ആയിട്ട് പെയിൻ തോന്നുന്ന പോലെ ചെസ്റ്റിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്കെല്ലാം തന്നെ പെരിക്കാർഡിയത്തിന്റെ ആൾമോസ്റ്റ് എല്ലാ പോയിന്റും നല്ലതാണ്. ഓക്കെ, അതിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ റിവർ ഏരിയയിൽ വരുന്ന പെരിക്കാർഡിയം പോയിന്റ്, അതായത് 5ഉം 6നും അതിനേക്കാളും നമുക്ക് ചെസ്റ്റ് റീജിയന് റിലീസ് ചെയ്യാൻ ഇതിനേക്കാളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. റിബല്ലസ് സീനെ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. വൊമിറ്റിങ്ങിനും ഈ പോയിന്റ് നല്ലതാണ്. ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പോഴും നോക്കൂ, ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തന്നിട്ടുള്ള ചിത്രത്തിൽ 2 ചിത്രമുണ്ട്, 2 പോയിന്റ് ഉണ്ട്. ഒന്ന് P8 എന്ന് പറഞ്ഞിട്ട് ഡാർക്ക് റെഡ് ഇട്ടതും, ഇനി ഒന്ന് വന്നിട്ട് ഒരു ചെറിയ വൃത്തം വരഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ഡാർക്ക് റെഡ് ഉള്ളതിലാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്, അല്ലാണ്ട് സർക്കിൾ ഇട്ടതിലല്ല. അതായത് 2ാമത്തെയും 3ാമത്തെയും വിരൽ, അല്ലെങ്കിൽ മറ്റേ മിഡിൽ ഫിംഗറും ചൂണ്ടുവിരലും ഇൻഡെക്സ് ഫിംഗറിനും ഇടയിൽ വരുന്ന മെറ്റാകാർപ്പൽ ബോണും മെറ്റാകാർപ്പോ ഫെലഞ്ചിയൽ ജോയിന്റും കൂടി ചേരുന്ന ഭാഗത്ത് വരുന്ന പോയിന്റ് ആണ് P8 എന്ന് പറയുന്നത്. ഈ P8ഉം അതേമാതിരി തന്നെ ഹാർട്ടിലെ വരുന്ന 8ഉം കൂടി ഇടുന്നത് ചെസ്റ്റ് റീജിയനെ റിലീസ് ചെയ്യാൻ വളരെ നല്ലതാണ്. അതേമാതിരി അപ്പർ ഏരിയയിൽ ഉണ്ടാകുന്ന ഗ്യാസ്ട്രിക് ഇഷ്യൂസിനെ റിലീസ് ചെയ്യാൻ വളരെയേറെ നല്ല പോയിന്റ്സ് ആണ്. അതായത് P8ഉം H8ഉം കൂടെ ചെയ്യുന്നത്. ഓക്കെ ആണോ? ശശികുമാരി മാം ഇന്ന് കയറിയിട്ടില്ലേ? ഈ P8 H8 എന്തിനാ പറഞ്ഞത്? ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ചെസ്റ്റ് റീജിയനിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? P8ന്റെ ഓരോ ചിത്രങ്ങളിലും ഓരോന്ന് കാണും. നിങ്ങൾ ഇതിനകത്ത് എടുക്കേണ്ടത് ഈ 2 ചിത്രത്തിലെ, ഒന്ന് ഡാർക്ക് കളറായിട്ട് PC8 എന്ന് എഴുതിയത്, പിന്നെ ഇവിടെ ഒരു മഞ്ഞ നിറത്തിൽ തന്നിട്ടുള്ളത്. ഈ 2 പോയിന്റിനെയാണ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. എല്ലാവർക്കും ആ രേഖയിൽ തന്നെ വരില്ല. അപ്പൊ ഇതിനകത്ത് ചിത്രം കാണിച്ചിരിക്കുന്നത് രേഖയിൽ വന്നിട്ടുണ്ട്, പക്ഷെ എല്ലാവർക്കും അങ്ങനെ വന്നോണം എന്നില്ല. ചിലപ്പോൾ രേഖയുടെ താഴെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ തൊട്ട് മുകളിലായിട്ടോ വരും. ഓക്കെ, അപ്പൊ രേഖയ്ക്ക് പ്രയോറിറ്റി ഉണ്ട്, പക്ഷെ അതിനേക്കാളും നിങ്ങൾ ആ ജോയിന്റ് കണ്ടുപിടിക്കാനും അവിടെ അമർത്തി നോക്കുക. ഉള്ളിൽ നിങ്ങൾക്ക് സിവിയർ ആയിട്ട് ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു പെയിൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ പോയിന്റ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അടുത്തത് P7 എന്നുള്ളതാണ്. നമ്മൾ P9 എന്നുള്ളത് വുഡ് പോയിന്റ് ആയിരുന്നു, P8 ഫയർ ആയിരുന്നു. അത് കഴിഞ്ഞാൽ ഫയർ കഴിഞ്ഞാൽ എർത്ത് പോയിന്റ് ആണ്. എർത്ത് പോയിന്റ് എന്ന് പറയുന്നത് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു പോയിന്റ് ആണ്. കാരണം നമ്മൾ എർത്തിലാണ് നിലനിൽക്കുന്നത്. ഈ എർത്ത് ഉണ്ടെങ്കിലേ നമ്മളുള്ളൂ. ഈ എർത്ത് ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് എർത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് അത് സോളിഡ് ഓർഗൻ ആയതുകൊണ്ട് ഇന്നിന്റെ എർത്ത് പോയിന്റ്സിനൊക്കെ ബാക്കിയുള്ള പോയിന്റ്സിനേക്കാളും കൂടുതൽ പ്രയോറിറ്റി ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനർജി സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന ഓർഗനിലെ എർത്ത് പോയിന്റ്സ് എല്ലാം തന്നെ യുവാൻ സോഴ്സ് പോയിന്റ് എന്നും കൂടെ നമ്മൾ പറയുന്നു, നമ്മൾ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ലൊക്കേഷൻ നമുക്ക് P7 എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LU9 നമുക്കറിയാം. നമ്മുടെ റിസ്റ്റില് ക്രീസിന്റെ അവിടെ വരുന്ന തള്ളവിരലിന്റെ താഴെ കയ്യിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന സമയത്ത് വരുന്ന കുഴിയുടെ മധ്യഭാഗമാണ് P9 എന്ന് പറഞ്ഞു. അതേമാതിരി ഒരു കുഴി വന്നിട്ട് മധ്യഭാഗത്ത് നിങ്ങൾക്ക് കിട്ടും. നടുവിരലിന്റെ താഴെ കൈകൾ പിടിച്ചുകൊണ്ട്, അതായത് ഇപ്പൊ LU9 എന്നുള്ളത് നമ്മളിവിടെ കൈ വെച്ചിട്ട് കൈ ഇങ്ങോട്ട് ആക്കുന്ന സമയത്ത് എന്റെ വീഡിയോ കാണുന്നുണ്ടാവും, നിങ്ങൾക്ക് ഈ പോയിന്റ് കിട്ടും. ഇതിൽ കുഴിയാണ് LU9. അതേമാതിരി നടുവിരലിന്റെ നേരെ താഴെ നിങ്ങൾ കൈവച്ചിട്ട് കയ്യിനാക്കി കഴിഞ്ഞാൽ അവിടെയും ഒരു കുഞ്ഞു കുഴിയും കാണാം, 2 ടെൻഡനും കാണാം. ഈ 2 ടെൻഡന്റെ നടുവിലും ആ കുഴിയുടെ മധ്യഭാഗത്തായിട്ട് വരുന്ന പോയിന്റ് ആണ് P8 എന്ന് പറയുന്നത്, അല്ല P7 എന്ന് പറയുന്നത്. എർത്ത് പോയിന്റ് ആണ്, ഫയറിലെ എർത്ത് പോയിന്റ് ആണ്, യുവാൻ സോഴ്സ് പോയിന്റ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ സാധനം. ഓക്കെ, കാംസ് ദ മൈൻഡ്, മൈൻഡിനെ കാം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു.
ഹീറ്റിനെ ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതിൻ്റെ ഒപ്പം ഇത് എർത്ത് പോയിന്റ് ആയതുകൊണ്ട് തന്നെ എർത്തിനെ അല്ലെങ്കിൽ സ്റ്റൊമക്കിനെ ഹാർമോണൈസ് ചെയ്യാൻ, സ്റ്റൊമക്കിനെ എന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടെങ്കിൽ ആ ഇംബാലൻസ് മാറി അതിന്റെ കംഫർട്ടബിൾ സോണിലേക്ക് കൊണ്ടുവരാൻ കൂടെ ഹെൽപ്പ് ചെയ്യുന്ന പോയിന്റും കൂടിയാണ് ഈ P7 എന്നുള്ളത്. പൊതുവെ ഇതിന്റെ ഇൻഡിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയത്തിന് നല്ലതാണ്, തേഴ്സ്റ്റിക്ക് നല്ലതാണ്, ആൻസൈറ്റിക്ക് നല്ലതാണ്, സാഡ്നെസ് ഉണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ്. റെഗുലർ ആയിട്ട് ഒരു മറ്റേ ശോകമൂക ഭാവത്തിൽ ഇരിക്കുന്നവർക്കൊക്കെ ഈ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ ക്ലയന്റ് വരുന്ന സമയത്ത് പറയാണ് എപ്പോഴും ഇങ്ങനെ ഒരു ഡൾനെസ് ആണ്, സാഡ്നെസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ തന്നെ P7 ഇട്ടിട്ട് ബാക്കിയുള്ള പോയിന്റ്സ് ഇട്ട് തുടങ്ങാം. അതേമാതിരി ഉറക്കക്കുറവിന് നല്ലതാണ്. കണ്ണില് ചുവന്ന നിറം ഉണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ്. വോമിറ്റിംഗ്, റിബല്ലസ് ജീനെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേമാതിരി തന്നെ മുഖത്തോ അല്ലെങ്കിൽ കൈകളിലോ ശരീരങ്ങളിലൊക്കെ ചെറിയ ചെറിയ ബോയിൽസിന്റെ ചുടുകുരു പോലെ ഉണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ്. അതേമാതിരി തന്നെ സ്കിൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനും ഈ പോയിന്റ് നല്ലതാണ് P7. ഓക്കെ, പ്രത്യേകിച്ച് കൈകളിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ P7 കൂടെ നിങ്ങൾ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുക. അതേമാതിരി തന്നെ പാൽപിറ്റേഷൻസ് മാറാൻ, പടപടപ്പിന് മാറാനും, റെസ്റ്റ്ലെസ്സിനും, മാനിയക് ബിഹേവ്, മാനസികമായ പെരുമാറ്റത്തിൽ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ തന്നെ ഉപയോഗിക്കാം. ഗ്യാസ്ട്രിക്സ് പെയിനും ഈ പോയിന്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചെസ്റ്റ് റീജിയനിൽ ഉണ്ടാകുന്ന പെയിനിന് നല്ലതാണ്. അതേമാതിരി തന്നെ അപ്പർ സ്റ്റൊമക്ക് ഏരിയ, നമ്മുടെ വാരിയലിന്റെ സൈഡിൽ ഉണ്ടാവുന്ന ഗ്യാസ്ട്രിക്സ് റിലേറ്റഡ് ആയിട്ട് പെയിൻ മാറാൻ നല്ലതാണ്. വോമിറ്റിങ്ങിന് ആൾറെഡി പറഞ്ഞു, 2-3 പ്രാവശ്യം അതേ തന്നെ എഴുതിയിട്ടുണ്ട് ഞാൻ. ഓക്കെ, അതേമാതിരി കുതികാൽ വേദനയ്ക്കും ഈ പോയിന്റ് നല്ലതാണ്. ഓക്കെ, കുതികാൽ വേദനയ്ക്കും ഈ പോയിന്റ് നല്ലതാണ്. P7 ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു. മധ്യഭാഗത്ത് 2 ടെൻഡൻ ഉണ്ട്. ആ ടെൻഡന്റെ മധ്യഭാഗത്തായിട്ട് വരുന്നതാണ്. കൈ വെച്ചിട്ട് നിങ്ങൾ മുന്നോട്ടും ആക്കുമ്പോൾ LU9 കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഒരു കുഴി കിട്ടിയത്, അതേമാതിരി P7 LU9 അത്ര ഉണ്ടാവില്ല, എന്നാലും ഒരു കുഞ്ഞു കുഴി അവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. P7. ഓക്കെ, അടുത്തത് നമ്മളുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്ത് പോയിന്റ് ആണ്? മെറ്റൽ പോയിന്റ് ആണ്. എർത്ത് കഴിഞ്ഞാൽ എർത്തുനിന്ന് മെറ്റൽ പോയിന്റ് ആണ് വരുന്നത്. P5 എന്നുള്ള ഒരു പോയിന്റ് ആണ്. P5, P6 രണ്ടും വളരെ ഏറെ ഉപയോഗിക്കുന്ന പോയിന്റുകളിൽ ഒന്നാണ്. എങ്ങനെയാണ് ഞാൻ Li4 പറയുമ്പോൾ LU9 പറയുന്ന സമയത്തൊക്കെ കോമൺ ആയിട്ട് ഒരുപാട് പേര് ഉപയോഗിക്കുന്ന പോയിന്റ് ആണെന്ന് പറയുന്നത് പോലെ തന്നെ ചെസ്റ്റ് റീജിയനിൽ എന്ത് തന്നെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ P5ഉം P6ഉം ഉപയോഗിക്കാം. ഓക്കെ, എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ P7 എന്നുള്ള പോയിന്റ് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ P7 പോയിന്റിന്റെ, അതായത് റിസ്റ്റിന്റെ ക്രീസിൽ മധ്യഭാഗത്ത് കാണുന്ന നടുവിരലിന്റെ നേരെ താഴെയുള്ള പോയിന്റ് ആണ് P7. അതൊരു കുഴിയാണെന്ന് പറഞ്ഞു. ആ കുഴിയിൽ നിന്നും 3 ചൂൺ മുകളിൽ അല്ലെങ്കിൽ 4 ഫിംഗർ വിഡ്ത്ത് മുകളിലായിട്ട് കയ്യിന്റെ മധ്യഭാഗത്ത് കാണുന്ന ടെൻഡന്റെ, 2 ടെൻഡന്റെയും നടുവിൽ വരുന്ന ഭാഗത്തുള്ള പോയിന്റ് ആണ് P5 എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ചെസ്റ്റ് റീജിയനിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പോയിന്റ് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ എമോഷണൽ ആയിട്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മസാജ് ചെയ്യും, പമ്പ് ചെയ്യുന്നതൊക്കെ വന്നിട്ട് നല്ല റിസൾട്ട് കിട്ടും. ഒരു എന്തെങ്കിലും ന്യൂസ് കേട്ടു, ഒരു സങ്കടം ഉണ്ടായി, നിങ്ങളുടെ ഹാർട്ട് പൊട്ടുന്ന പോലെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിലൊക്കെ തന്നെ ഈ P5 പോയിന്റിന് നിങ്ങൾ പമ്പ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിന് റിലീസ് ആവാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇതിന്റെ മെയിൻ ആക്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പൺസ് ദ മൈൻഡ്സ് ഓർ ഫീസ്, അതായത് മനസ്സിന്റെ വാതിലുകൾ തുറക്കുന്ന സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ എമോഷണലി റിലേറ്റഡ് ഇഷ്യൂസിനെ എന്താ വെച്ചാൽ ഒരു വിമ്മിഷ്ടം, വിങ്ങൽ നിങ്ങളിൽ അനുഭവിക്കുമ്പോൾ, ഒരു റൂമിനകത്ത് ഇരിക്കുന്നു, ഭയങ്കര വിമ്മിഷ്ടം, ഒന്ന് ജനൽ എന്തെങ്കിലും തുറക്കൂ അല്ലെങ്കിൽ ഫാൻ ഇടൂ എന്ന് പറയുന്നത് പോലെ എന്താ സംഭവിക്കുന്നത്? ആ വിമ്മിഷ്ടം അവിടുന്ന് റിലീസ് ആവുന്നു. അതേമാതിരി വർക്ക് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് P5 എന്ന് പറയുന്നത്. മൈൻഡിന്റെ ഓർഫീസിനെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പോയിന്റ് ആണ്. അവിടുത്തെ കംപ്രഷനെ റിലീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോയിന്റ് ആണ്. അപ്പോൾ ഇത് എമോഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് പറഞ്ഞതുകൊണ്ട് തന്നെ എമോഷൻ, ഏതൊരു എമോഷൻ ആയിക്കോട്ടെ ആ എമോഷനെ റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അത് ഏത് തരത്തിലുള്ള എമോഷൻ ആണെങ്കിലും കേട്ടോ, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ് വന്നു, ചിരിക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിലും, ഒരുപാട് സങ്കടം വന്നാലും ശരി, ഏത് റിലേറ്റഡ് ആയിട്ട് എമോഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അത് റിലീഫ് ചെയ്യാൻ. ചിലർ പറയാണ് എനിക്ക് വരുന്നത് എപ്പോഴും വന്നിട്ട് ഏതെങ്കിലും ഒരു ആൻസൈറ്റി കൂടുതലാണ്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു എമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലാണെങ്കിലൊക്കെ തന്നെ ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. ഏത് സാധനം ഒരാൾ വന്ന് പറയണം എനിക്ക് ടെൻഡൻസി, എന്തെങ്കിലും ഒരു സാധനത്തിനോട് ടെൻഡൻസി കൂടുതലുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം.
ഓക്കെ, ഇന്നത് എന്നില്ല, എനി എമോഷൻസ് റിലേറ്റഡ്. റിമൂവ്സ് ദ ഫെലം, അതേമാതിരി തന്നെ കഫം കളയാൻ, ചെസ്റ്റ് റീജിയൻ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ചെസ്റ്റിൽ റിലീജിയൻ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടും, അപ്പൊ കഫം ചെസ്റ്റിലാണെങ്കിൽ അത് റിമൂവ് ചെയ്യാനും ഈ പോയിന്റ് നല്ലതാണ്. കാംസ് ദ മൈൻഡ്. ഓക്കെ, സ്റ്റൊമക്കിന്റെ റിബല്ലസ് ജീനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ വോമിറ്റിങ്ങിനും ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി തന്നെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന മെൻസ്ട്രൽ സൈക്കിളിനെ കറക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പോയിന്റും കൂടെ ആയിട്ട് ഇത് ഉപയോഗിക്കാം. ഫിയറിന് നല്ലതാണ്. കോമ സ്റ്റേജസിലുള്ളവർക്ക് ഈ പോയിന്റ്സ് നല്ലതാണ്. അൺകോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് നല്ലതാണ്. അതായത് വോമിറ്റിംഗ് ടെൻഡൻസി, ഓക്കാനം വരിക, അതിന് നല്ലതാണ്. ആൻസൈറ്റിക്ക് നല്ലതാണ്. അതേമാതിരി തന്നെ വായിൽ പുണ്ണുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അഫേഷ്യ, അതായത് മറ്റേ വാക്കുകൾ പറയാനുള്ള ബുദ്ധിമുട്ടുകൾ, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഉപയോഗിക്കാം. റിബലസീനെ കൺട്രോൾ ചെയ്യുന്നതായതുകൊണ്ട് വോമിറ്റിംഗ് വരാതിരിക്കാൻ നല്ലതാണ്. അതേമാതിരി തന്നെ ആശയക്കുഴപ്പം, കൺഫ്യൂഷൻ, സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, അതായത് മൈൻഡ് ക്ലാരിറ്റി ഇല്ലായ്മ, ഇതിനെല്ലാം തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എപ്പിലെപ്സിക്ക് ഈ പോയിന്റ് നല്ലതാണ്. പുവർ മെമ്മറിക്ക് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. പാൽപിറ്റേഷൻ ഉപയോഗിക്കാം. റെസ്റ്റ്ലെസ്നെസ് ഉപയോഗിക്കാം. മാനസികം, അത് കുറെ സ്ഥലത്ത് മാനസികത്തിനെ പല പേരിൽ പറയുന്നേ ഉള്ളൂ. അത് മറ്റേ പെട്ടെന്നുണ്ടായതാണെങ്കിലും ശരി, ക്രോണിക് കേസിനൊക്കെ തന്നെ ഇത് ഉപയോഗിക്കാം. അതേമാതിരി തന്നെ ഒരു സാങ്കല്പ്യം, അതായത് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടെന്ന് തോന്നുക, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരാൾ വന്നതായിട്ട് തോന്നുക, നിങ്ങൾ റൂമിൽ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നുണ്ടാവുക, എന്നാലും നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ ഒരാൾ അവിടെ വന്നു സംസാരിച്ചു, അതായത് എന്താ പറയാ, അതന്നെ, അതായത് ഇല്ലാത്ത ഒരു സാധനം ഉള്ളതായിട്ട് തോന്നുക. ഓക്കെ, ഇല്ലാത്ത ഒന്ന് ഉള്ളതായിട്ട് തോന്നുക. അവിടെ സംഭവിച്ചിട്ടേ ഉണ്ടാവില്ല, ഒരാൾ വന്നിട്ടേ ഉണ്ടാവില്ല, പക്ഷെ ഒരാൾ വന്ന് നിങ്ങളെ നോക്കിയിട്ട് പോയ മാതിരിയോ അല്ലെങ്കിൽ നിങ്ങൾ ആരെയോ വിളിച്ച് സംസാരിച്ചതുപോലെയൊക്കെ തോന്നുന്നത് തന്നെയാണത്. ഓക്കെ, പെയിൻഫുൾ പീരീഡ്, അതായത് മെൻസസ് സൈക്കിളിൽ പെയിൻഫുൾ ആയിട്ടുള്ള പീരീഡ് ആണെങ്കിൽ അത് റിലീവ് ചെയ്യാൻ ഈ പോയിന്റ് നല്ലതാണ്. ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിന് ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി ഡെലിവറിക്ക് ശേഷം വന്നിട്ട് മറ്റേ ഈ ലോച്ചയാക്ക മറ്റേ റിട്ടൻഷൻ ആയിട്ടുണ്ടെങ്കിൽ, ശരിക്കും പോകുന്നില്ലെങ്കിൽ അതിന് ഈ പോയിന്റ് നല്ലതാണ്. ഈവൻ ഡെലിവറി സമയത്ത് വന്നിട്ട് ടൈമായിട്ട് നമ്മൾ കുറെ പോയിന്റ് അക്യുപഞ്ചറിൽ ഉപയോഗിക്കാം. മറ്റേ പെയിൻ വരാനും ഈ സാധനം പുറത്തേക്ക് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതിന്റെ കൂടെ ഈ പെരിക്കാർഡിയത്തിന്റെ പോയിന്റും കൂടെ നല്ലതാണ്. അത് മെൻസസ് സൈക്കിളിന് ഡെലിവറിക്ക് ശേഷം ഇതെല്ലാം റീസെറ്റിൽ ആവാനും ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. ഇറഗുലർ മെൻസ്ട്രേഷൻ നല്ലതാണ്. കോൺഷ്യസ് പോയിട്ടുണ്ടെങ്കിൽ, അതായത് എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ബുദ്ധിഭ്രമം മാതിരി, അതിനെല്ലാം തന്നെ ഈ പോയിന്റ് നല്ലതാണ്. അതേമാതിരി തന്നെ മെൻസ്ട്രൽ ബ്ലഡിൽ വന്നിട്ട് ഡാർക്കായിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിന്റെ സ്പോട്ട്സ് വരുന്നുണ്ടെങ്കിൽ, ബ്ലഡ് തന്നെ വരുന്നുണ്ട് പക്ഷെ അതിന്റെ കൂടെ വന്നിട്ട് കുറച്ച് സ്പോട്ട്സുകൾ വന്നിട്ട് എക്സ്ട്രാ ഡാർക്ക് ആയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ, ഇപ്പൊ അതൊക്കെ ആരാ ശ്രദ്ധിക്കുന്നത്? പണ്ട് കാലത്തൊക്കെയാണ് ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ പോകുന്ന മോഷനോ യൂറിനോ പോലും നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. ഓക്കെ, പണ്ട് കാലത്ത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും കൂടുതൽ പറഞ്ഞിട്ട് കാര്യവുമില്ല. ഫീലിംഗ് ഓഫ് ഒപ്രഷൻ ഓഫ് ദ ചെസ്റ്റ്, അത് ചെസ്റ്റിൽ എന്ത് തന്നെ ടെൻഷൻ തോന്നുകയാണെങ്കിലും, ഭാരം തോന്നുന്നുണ്ടെങ്കിലും, വീർപ്പൊട്ടൽ തോന്നുന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ ഈ പോയിന്റ് നല്ലതാണ്. മലേറിയക്ക് നല്ലതാണ്. പനി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക്, പ്രത്യേകിച്ച് ചെസ്റ്റ് റീജിയനിൽ ഉണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഈ പോയിന്റ് നല്ലതാണ്. സോ P5 വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് പെരിക്കാർഡിയത്തിൽ കേട്ടോ. P6 ഇതിന് ഈക്വൽ ആയിട്ട് തന്നെ വർക്ക് ചെയ്യും. P6 എന്ന് പറയുന്നത് 2 ചൂണാണ്, P5 3 ചൂൺ മുകളിൽ, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, P5 നിങ്ങൾ റെഗുലർ ആയിട്ട് ലെഫ്റ്റ് ഹാൻഡിൽ പ്രസ് ചെയ്യുന്നത് ആയുർദൈർഘ്യം വരെ വർദ്ധിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, ലൊക്കേഷൻ P7 നിന്നും 3 ചൂൺ മുകളിലാണ് P5. P7 നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്നുണ്ടാവും. P7 റെഡ് കളർ സ്പോട്ടിൽ ആ 2 ബോണിന്റെയും നടുവിൽ അല്ലെങ്കിൽ 2 ടെൻഡന്റെ നടുവിലായിട്ട് 3 ചൂൺ മുകളിലാണ് P5 വരുന്നത്. 2 ചൂൺ മുകളിൽ P6 വരും. ഓക്കെ, രണ്ടും നല്ല പോയിന്റാണ്, P6ഉം P5ഉം. ഒരുപാട് ഇതിനകത്ത് ഉപയോഗിക്കുന്ന പോയിന്റുകളാണ് അക്യുപഞ്ചറിസ്റ്റുകൾ. അടുത്തത് ട്രാൻസ്പോർട്ടിംഗ് പോയിന്റിലെ ലാസ്റ്റ് പോയിന്റ് ആണ്, അത് P3 എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മെറ്റൽ കഴിഞ്ഞാൽ ക്രിയേറ്റീവ് സൈക്കിൾ പ്രകാരം നമുക്കറിയാം വാട്ടർ പോയിന്റ് ആണ്. അപ്പൊ ശരീരത്തിന്റെ എന്ത് ചൂടുണ്ടെങ്കിലും അത് മാറാൻ നല്ലതാണ്. മെറീഡിയനിലെ ചൂടുണ്ടെങ്കിൽ മാറാൻ നല്ലതാണ്. അപ്പൊ അങ്ങനെ ചൂട് കുറയുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി തണുക്കും. അപ്പോൾ കാംനെസ് കൊണ്ടുവരാൻ നല്ലതാണ്. നമ്മുടെ ശരീരത്തിൽ ഹീറ്റ് കാരണം ഉണ്ടാകുന്ന സ്കിൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഒക്കെ മാറാൻ ഇതും നല്ലതാണ്. അപ്പോൾ സ്കിന്നിൽ ഹാർഷ്നെസ്, റെഡ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറാനൊക്കെ ഈ പോയിന്റ് നല്ലതാണ്. ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ ദ
ട്രാൻസ്വേഴ്സ് ക്യൂബിറ്റിയൽ ക്രീസ്, അതായത് കൈമുട്ടിലെ ക്രീസിൽ അറ്റ് ദ അൾനാർ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറുവിരൽ ഭാഗത്തുള്ള ബോൺ. ഓക്കെ, അതായത് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഈ താഴെയുള്ളതാണ് അൾനാർ ബോൺ കേട്ടോ, അൾനാർ എന്നുള്ളത്. ഓക്കെ, ഈ ഭാഗത്ത് ക്യൂബിറ്റിയൽ കേഴ്സിൽ വരുന്ന ഭാഗത്ത് നിങ്ങൾ കൈ, എക്സാമ്പിൾ സിമ്പിളായി ഞാൻ പറയാം, നിങ്ങളുടെ കൈ 90 ഡിഗ്രി മടക്കുക, നടുവിൽ ഒരു ചെറിയ ടെൻഡൻ കാണും, ആ ടെൻഡനെ നിങ്ങൾ പിടിക്കുക. അപ്പൊ ഞാൻ LU9 പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും തള്ളവിരലിന്റെ നേരെ വരുന്ന ഭാഗം, അതല്ലെങ്കിൽ നമ്മൾ ആ ടെൻഡനെ പിടിക്കുമ്പോൾ ഇൻഡെക്സ് ഫിംഗർ വരുന്ന ഭാഗം LU ഏതാണ് നമ്പർ പറഞ്ഞ് LU5 ഓർമ്മയില്ല. ഓക്കെ, തള്ളവിരൽ വരുന്ന ഭാഗം P3 പെരിക്കാർഡിയം. നമ്മുടെ കൈമുട്ട് മടക്കുന്ന സമയത്ത് നടുവിൽ ഒരു കുഴിയും ഒരു ടെൻഡനും കാണാം. ആ ടെൻഡനെ നമ്മൾ തള്ളവിരലും ഇൻഡെക്സ് ഫിംഗറും വെച്ച് പിടിക്കുക. അങ്ങനെ പിടിക്കുമ്പോൾ ഇൻഡെക്സ് ഫിംഗറിന്റെ ഭാഗം വന്നിട്ട് LU5 ലങ്ങിലെ 5 എന്നുള്ള പോയിന്റും തള്ളവിരൽ ടച്ച് ചെയ്യുന്ന ഭാഗം P3 പെരിക്കാർഡിയം 3 ആണ്, വാട്ടർ പോയിന്റ് ആണ്. ഓക്കെ, ക്ലിയേഴ്സ് ദ ഹീറ്റ് ആൻഡ് കൂൾസ് ദ ബ്ലഡ്. ഹീറ്റ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്ലഡ് കൂളാവും. അപ്പൊ ദേഷ്യമൊക്കെ കുറയാൻ, ഇടയ്ക്കിടയ്ക്ക് ദേഷ്യം വരുന്നവരൊക്കെ ആണെങ്കിൽ ഈ പോയിന്റ് റെഗുലർ ആയിട്ട് പമ്പ് ചെയ്യാം. ഓക്കെ, റിബലസ് ടീനെ കൺട്രോൾ ചെയ്യുന്നു, സ്റ്റൊമക് ചീനെ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ വോമിറ്റിങ്ങിന് ഈ പോയിന്റ്സ് ഉപയോഗിക്കാം, പുളിച്ചു തകട്ടലിനൊക്കെ ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. ഓക്കെ, അതേമാതിരി തന്നെ ബ്ലഡ് ആൻഡ് ചീ സർക്കുലേഷന് ചെസ്റ്റ് റീജിയനിലെ കറക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പോയിന്റ് ആണ് കാംസ് ദ മൈൻഡ്. എന്തിനൊക്കെ പ്രധാനമായിട്ട് ഇൻഡിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, പേടിക്ക് നല്ലതാണ്, വാക്കാനം വരുന്നുണ്ടെങ്കിൽ അതിന് നല്ലതാണ്, ആൻസൈറ്റി നല്ലതാണ് പറഞ്ഞു. നമ്മൾ ചെറിയ ചെറിയ മറ്റേ ബോയിൽസ്, കുരുക്കള് കൈകളിലോ മുഖത്തിലോ ശരീരത്തിനകത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് മാറാൻ നല്ലതാണ്. ആശയക്കുഴപ്പം അല്ലെങ്കിൽ ഭ്രമം അത് മാറാൻ നല്ലതാണ്. കാർഡിയാക് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിന് നല്ലതാണ്. റിബലസ് ടീനെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് വൊമിറ്റിങ്ങിന് നല്ലതാണ്. ഹീറ്റിനെ കുറച്ച് ബ്ലഡിനെ കൂൾ ചെയ്യുന്നത് കൊണ്ട് ഡ്രൈ മൗത്തിന് നല്ലതാണ്. കോൾഡ് ഹാൻഡ്സ്, സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്ന സമയത്ത് തന്നെ കോൾഡ് ഹാൻഡിനെ മാറാൻ ഈ പോയിന്റ് നല്ലതാണ്. ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് കാർഡിയാക് പെയിൻ എന്ന് പറഞ്ഞു, ഹാർട്ട് പെയിൻ എന്ന് പറഞ്ഞു, എല്ലാം ഒന്ന് തന്നെ. ഞാൻ അർജന്റിലൊക്കെ ഇരുന്നപ്പോൾ ഒരേ സാധനത്തിനെ 2 പ്രാവശ്യം എഴുതിയെന്ന് വിചാരിച്ചാൽ മതി. രാത്രി ഉണ്ടാകുന്ന പനിക്ക് നല്ലതാണ്. കൈകൾ വിറയ്ക്കുന്ന, ഹെഡ് ട്രിമോർ, ഓക്കെ, തലകൾ വിറയ്ക്കുന്നില്ലേ പാർക്കിൻസൺസ് പോലെ, അതിനും അതേമാതിരി തന്നെ ഹാൻഡിന്റെ ട്രിമോറിനും നല്ലതാണ്. അതേമാതിരി തന്നെ മസിലിന്റെ ഇൻവോളണ്ടറി മസിൽ കൺട്രാക്ഷൻസ് ശരീരത്തിനകത്ത് ഉണ്ടെങ്കിൽ, പിടുത്തൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ ചിലർക്കൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഏതെങ്കിലും ഒരു മസിൽ ഏരിയ ഇടയ്ക്കിടയ്ക്ക് ടിംഗ്ലിംഗ് സെൻസേഷൻ പോലെ വരും. അതിന്റെ അടുത്ത സ്റ്റേജ് ആണ് ഈ കൺഫ്യൂഷൻ, അതായത് മസിൽ കോച്ചി പിടിക്കുന്നത് പോലെ തന്നെയാണ് ഇൻവോളണ്ടറി ആയിട്ട്. പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ നമുക്കത് ഒരുപാട് കാണാൻ പറ്റും. അതിന് ഈ പോയിന്റ് നല്ലതാണ്. പാൽപിറ്റേഷന് നല്ലതാണ്, റെസ്റ്റ്ലെസ്നെസ്സിന് നല്ലതാണ്. അതേമാതിരി തന്നെ പാരാലിസിസ് ഒക്കെ വന്നിട്ട് കൈ മൂവ്മെന്റിന് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഈ പോയിന്റ് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാം. ചുമയ്ക്കുന്ന സമയത്ത് വരുന്ന ബ്ലഡിന്, അപ്പർ റീജിയനിൽ ഉണ്ടാവുന്ന പെയിനിന്, അതേമാതിരി തന്നെ കൈയും കാലും ഒക്കെ വിറയ്ക്കുന്നുണ്ടെങ്കിൽ പാർക്കിൻസൺസിനും ഈ പോയിന്റ്സ് ഉപയോഗിക്കാം. അതല്ലാതെ പറയലുണ്ടെങ്കിൽ അതിനും ഉപയോഗിക്കാം. ബ്ലഡ് വോമിറ്റ് ചെയ്യുന്നതിനൊക്കെ പോയിന്റ്സ് ഉപയോഗിക്കാൻ പറ്റും. ലൊക്കേഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. 2 പോയിന്റ് തള്ളവിരലിന്റെ, അതായത് ടെൻഡന്റെ അവിടെ നിങ്ങൾ കൈ പിടിച്ചു കഴിഞ്ഞാൽ 2 കുഴിയായിട്ട് കാണാം. അതിലെ തള്ളവിരലിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് പിടിക്കുന്ന സ്ഥലത്ത് വരുന്നത്, ഏത് കയ്യിൽ നിങ്ങൾ പിടിക്കുമ്പോഴും ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് പിടിക്കുന്നത് LU5ഉം തള്ളവിരൽ P3ഉം ആയിരിക്കും. ലൊക്കേഷൻ മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കണം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്തെങ്കിലും സംശയമുണ്ടോ? സാറേ പിന്നെ പെരികാർഡിയൻ 9, 8 ഒക്കെ പറഞ്ഞല്ലോ, മെയിൻ്റെ ഇമ്പ്രൂവ് ചെയ്യാൻ, മെയിൻ്റെ